അവരോടുകൂടെ ഉള്ളവരെക്കാൾ അധികം നമ്മോടുകൂടെ ഉണ്ട്. പ്രൈസ് ഗോഡ്. നമ്മളിലുള്ള ക്രിസ്തു ആക്റ്റീവായി കഴിഞ്ഞാൽ, നമ്മളിലുള്ള അഭിഷേകം ആക്റ്റീവായി കഴിഞ്ഞാൽ, നിന്നിലുള്ള ദൈവത്തിന്റെ തീ ആളി കത്തി തുടങ്ങിയാൽ, യേശുവിന്റെ രക്തം ചെയ്യും. നിരാത്രിയിലും തിരുവചനം കേൾക്കുന്നവർ ആത്മാവിൽ ജീവൻ പ്രാപിക്കുവാൻ ഞാൻ കർത്താവിൽ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. സ്തോത്രം. അതുകൊണ്ട് ഈ പൈശാചിക മണ്ഡലം അധിവസിക്കുന്ന വ്യക്തികൾ എല്ലാ രാജ്യത്തുമുണ്ട്, എല്ലാ പട്ടണങ്ങളിലുമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ആഭിചാരം എന്ന് പറയുന്നത് ജഡത്തിന്റെ പ്രവൃത്തികളിൽപ്പെട്ടതാണ്. ദ വർക്ക് ഓഫ് ദി ഫ്ലഷിൽപ്പെട്ടതാണ്. ജഡത്തിന്റെ പ്രവൃത്തികളോ, ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, പിന്നെ ആഭിചാരം. ആഭിചാരം ജഡത്തിന്റെ പ്രവൃത്തികളിൽപ്പെട്ടതാണ്. ഇനി വേറൊരു കാര്യമുണ്ട്, ആഭിചാരം പോലെ എഫക്റ്റ് ഉള്ള മറ്റൊന്നുണ്ട്. എന്താണ്? മത്സരം. നിങ്ങൾ പാസ്റ്ററിനോട് മത്സരിക്കുന്നു, നിങ്ങളുടെ ജീവിത പങ്കാളിയോട് മത്സരിക്കുന്നു, നിങ്ങളുടെ ഭർത്താവിനോട് മത്സരിക്കുന്നു, സഭയിൽ പരസ്പരം മത്സരിക്കുന്നു. ഇതെല്ലാം ആഭിചാരദോഷം പോലെയാണ്. ശാഠ്യമുണ്ടോ? അത് മിഥ്യാപൂജ പോലെ എന്നാണ്. അപ്പോൾ ജഡത്തിന്റെ വർക്ക് ഓഫ് ദി ഫ്ലഷിനകത്ത് വരുന്നതാണ് ഈ ആഭിചാരം. ഇനി ഇവർക്ക് നിത്യതയുണ്ടോ? വെളിപ്പാട് 20-ാം അധ്യായം അവസാന വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താണ്? എന്നാൽ ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, ഭോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുന്ന ഏവരും പുറത്തു തന്നെ. ചാപ്റ്റർ 21 വേഴ്സ് 8 പറയുന്നു, എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കുലപാതകന്മാർ, തീർന്നില്ല, ദുർനടപ്പുകാർ, ശുദ്രക്കാർ, ശ്രദ്ധിച്ചാട്ട്, ശുദ്രക്കാർ, പിന്നെ ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുകയും ചെയ്യുന്നവർക്കുള്ള ഏവർക്കുമുള്ള ഓഹരി കത്തുന്ന തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയും അത്രേ. ശ്രദ്ധിച്ചാട്ടെ, ഒന്നുകൂടെ ഉറക്ക വായിക്കണം അത്. ഓക്കെ, somebody can read. എന്നാൽ ഭീരുക്കൾ, എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ. എന്താ ഭീരുക്കൾ? അച്ഛൻ എന്നാ പറയും, നാട്ടുകാരെന്നാ പറയും, കപ്പ്യാരെന്നാ പറയും, തിരുമേനി എന്നാ പറയും, അച്ഛൻ എന്നാ പറയും, നാട്ടുകാരെന്നാ പറയും. മക്കളെ, ദൈവം എന്നാ പറയുന്ന വല്ലതും ചിന്തിച്ചിട്ടുണ്ടോ? ഈ ശ്വാസം തന്നിയത് പാസ്റ്ററാണോ? അച്ഛന്മാരാണോ? ഈ ലോകത്തിൽ ആരെങ്കിലും ആണോ? ഈ ബ്രീത്ത് ചെയ്യുന്നത് തിരിച്ചു വരുന്നില്ല, തീർന്നില്ലയോ? ഒരാളെ ശ്വാസം പോയ 5 മിനിറ്റ് കൊണ്ട് ആളിനെ CPR കൊടുത്താൽ തിരിച്ചു കൊണ്ടുവരാമെന്നാ ശാസ്ത്രം പറയുന്നു. അത് കഴിഞ്ഞാലോ? തിരുമേനിയുടെ ശ്വാസം കയ്യിലുള്ള ദൈവത്തെ മഹത്വീകരിച്ചില്ല എന്ന് ദാനിയേലിൽ നമ്മൾ വായിക്കുന്നില്ലേ? തിരുമേനിയുടെ ശ്വാസം കയ്യിലുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തിക്കണം മക്കളെ, എന്റെ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ. ദൈവം തമ്പുരാന് വേണം 1-ാം സ്ഥാനം കൊടുക്കാൻ. 2-ാം സ്ഥാനം മാത്രമേ ഈ ഭൂമിയിൽ ആർക്കും കൊടുക്കാവൂ. ഇനി പോരെ എന്ന് ഉടയവൻ വിളിച്ചാൽ അതിന് മാത്രം ആർക്കും അവധി എടുക്കാൻ പറ്റില്ലല്ലോ. അയ്യോ കർത്താവേ എനിക്ക് ഞാൻ വരാം എന്ന് പറഞ്ഞാൽ നടക്കുവോ? നടക്കത്തില്ല. പ്രാണൻ പോയാൽ അവിടെ ഒരു പരിപാടി നടക്കത്തില്ല. അതുകൊണ്ട് മൂഢാ, ഇന്ന് രാത്രി നിന്റെ ജീവൻ ഞാൻ എടുത്താൽ നീ വെച്ചതൊക്കെ, ഒരുക്കി വെച്ചതൊക്കെ ആർ അനുഭവിക്കും? സ്തോത്രം. കർത്താവ് ചോദിക്കും, നിന്റെ ജീവിതത്തിൽ ഞാൻ നിനക്ക് തന്നെ ആയുസ് നീ എന്നാത്തിന് ഉപയോഗിച്ചു? നിനക്ക് തന്നെ പണം നീ എന്തിനു ഉപയോഗിച്ചു? ഞാൻ നിനക്ക് തന്ന സമയം നീ എന്തിനു ഉപയോഗിച്ചു? ദൈവിക കാര്യത്തിനാണോ? എന്നാ നിങ്ങൾ രക്ഷപ്പെട്ടു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വായിച്ചാട്ടെ ലിൻസി. അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ശുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി. അവിടെ കാണുന്നു നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന വിഷയം ശുദ്രക്കാർ. അപ്പൊ നമ്മള് ഗലാത്യ ലേഖനത്തിൽ വായിച്ചത് എന്താണ്? ആഭിചാരം.
ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, പ്രശ്നം വെച്ച് നോക്കുന്നവർ, ലക്ഷണം പറയുന്നവർ, മജീഷ്യന്മാർ, മന്ത്രവാദികൾ, ആഭിചാരകന്മാർ, വെളിച്ചപ്പാടത്തികളും വെളിച്ചപ്പാടന്മാരും, ക്ഷുദ്രപ്രയോഗം ചെയ്യുന്നവർ, ജ്യോത്സ്യന്മാർ, ഇവരുടെ എല്ലാം പുറകിൽ ഒരു സ്പിരിറ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഞങ്ങളുടെ കുടുംബത്തിൽ വല്യപ്പച്ചന്റെ പേരിൽ ഒരു ആത്മാവിന്റെ അമ്മയുടെ മേൽ വരുമായിരുന്നു. നടക്കാനുള്ള കാര്യങ്ങളെല്ലാം പറയുമായിരുന്നു. പക്ഷേ ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം പിന്നെ ആത്മാവ് വീട്ടിൽ വന്നിട്ടില്ല. മനസ്സിലായോ? എന്റെ അപ്പൻ തലകുത്തി നിന്ന് നോക്കി വരാൻ, നടന്നില്ല. കുഞ്ഞെ, നീ കത്താമെങ്കിൽ ഇരുട്ട് അവിടുന്ന് പോയിരിക്കും. നീ ലോകത്തിന്റെ വെളിച്ചമാണോ? ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കത്തിൽ നിന്നുള്ള വാക്യം മാത്രം പിടിച്ചോണ്ട് പോയാലൊന്നും ബാധ വരാതിരിക്കത്തില്ല. നീ അത്യുന്നതന്റെ മറവിൽ കയറണം, സർവശക്തന്റെ നിഴലിലാകണം. അപ്പോൾ മാത്രമേ മറ്റവൻ ഇങ്ങോട്ട് വരാതിരിക്കത്തുള്ളൂ. തോന്നിയ പോലെ ജീവിച്ചിട്ട് വാക്യം എടുത്തോണ്ട് പോയാൽ അവൻ വന്നിരിക്കും. കാരണം അവന്റെ അവകാശം നിന്റെ കയ്യിൽ ഉണ്ടല്ലോ, അവന്റെ സ്വഭാവം നിന്റെ കയ്യിലില്ലേ. കാണുന്നതിനകത്തെല്ലാം കയറുകയും കിട്ടുന്നതെല്ലാം കഴിക്കുകയും പോകാൻ പാടില്ലെടുത്ത് എല്ലാം എൻജോയ് ചെയ്യുകയും ചെയ്തേച്ച് വന്നേച്ച് കഴുകണേ കർത്താവ് എന്ന് പറഞ്ഞാൽ കർത്താവ് എപ്പോഴും കഴുകത്തില്ല. പിന്നെ അടിപ്പാഴ്സലായിട്ട് വരും. അവിടെ ഇട്ട് പഠിപ്പിക്കും. പിന്നെ നമ്മൾ ആ വഴിക്ക് തിരിയത്തില്ല. വീണാൽ മുറിവ് കരിയും, പക്ഷെ പാടുമായോ ആ പാട് കടക്കും. അടയാളമാണ്. അപ്പോൾ ആഭിചാരം ചെയ്യുന്നവർക്ക് സ്വർഗരാജ്യമില്ല. നിങ്ങൾക്കറിയാമോ? ഭയത്തോടെ ചിന്തിക്കേണ്ട കാര്യം പറയാം. ഈ അടുത്ത കാലത്ത് പല സ്ഥലങ്ങളിലും, മിഡിൽ ഈസ്റ്റിൽ പോലും പ്രവാചകന്മാരെന്ന് പറഞ്ഞു വന്ന ചിലരെ പിടിച്ചു. അവരുടെ കയ്യിൽ ഏലസ് ഉണ്ടായിരുന്നു. എന്റെ ആത്മസ്നേഹിതനായ ഷാർജയിലെ ഒരു പാസ്റ്റർ, സാവ് പാസ്റ്റർ എന്നോട് പറഞ്ഞതാ. അപ്പൊ പിടിച്ചു. രായ്ക്ക് രാമാൻ ആള് പൊങ്ങി. എന്താ ഇതിട്ടുകൊണ്ടാണ് പുള്ളി പോകുന്നത്, യോഗം നടത്തുന്നത്. അപ്പൊ ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അതിഞ്ഞു വരും. കോഴിക്കോടോ കാസർഗോഡോ ഒക്കെ അത് ചെയ്തു കൊടുക്കുന്ന കക്ഷികളുണ്ട്. അതുകൊണ്ട് എൻ്റെ സഹോദരി സഹോദരന്മാരെ, എസ്പെഷ്യലി ദൈവവചനം ഈ തിയോളജിക്കൽ ഓൺലൈൻ സെമിനാരി പ്രോഗ്രാമിൽ പഠിക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നു, നിങ്ങളുടെ തല ആവശ്യമില്ലാതെ ഒരുത്തരുടെ മുമ്പിൽ കൊണ്ടുവച്ച് കൊടുക്കരുത്. വചനം നിങ്ങളുടെ സമീപത്താണ്. വിളിച്ചാൽ കേൾക്കുന്ന ഒരു ദൈവം എൻ്റെ ദൈവം, കേട്ടോ. എൻ്റെ ദൈവം പൊട്ടനൊന്നുമല്ല. അപ്പാ എന്ന് ഞാനൊന്ന് വിളിച്ചാൽ അത്രയും മതി എനിക്ക് പലപ്പോഴും. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ആ ബന്ധം നിങ്ങൾക്കുണ്ടാക്കാൻ പറ്റുമോ? പ്രൈസ് ഗാഡ്. ചോദിച്ചു കിട്ടുന്നതല്ല ദൈവമക്കളെ, കൂടുതലും അറിഞ്ഞു കിട്ടുന്നതാ. ഇന്ന് രാത്രിയിൽ ആവലാതി പറച്ചിൽ നിൽക്കും. നിങ്ങളുടെ ഉള്ളുകൊണ്ട് കർത്താവിനെ വിളിച്ചു നോക്കാം. ആ സാന്നിധ്യം ആ നിമിഷം നിങ്ങൾ അനുഭവിക്കും. ആ നിമിഷം അല്ല, രണ്ട് പാട്ടുപാടി സ്പീഡ് കൂടി വരുമ്പോഴല്ല ആത്മാവ് വരുന്നത്. കാരണം ഒരുങ്ങാൻ ഒരുപാട് സമയം എടുക്കുന്നുണ്ടാ. പക്ഷെ എപ്പോഴും കൂടെ നടന്നാലോ. പണ്ടത്തെ കാലത്ത് അടുപ്പിൽ അമ്മച്ചിമാര് അത്താഴമെല്ലാം കഴിഞ്ഞതിന് ശേഷം വിറകെല്ലാം മാറ്റിയിട്ട് ആ അടുപ്പില് തീയെല്ലാം കൂടെ കടഞ്ഞുകൂട്ടി അങ്ങോട്ട് ഇട്ടേച്ചു പോകും. നേരം വെളുക്കുമ്പോൾ ഏതെങ്കിലും ഒരു ചകിരിയോ ചൂട്ടിന്റെ കൊതുമ്പോ എന്തെങ്കിലും കൊണ്ടുവന്ന് അകത്തോട്ടൊന്ന് കയറ്റി വയ്ക്കും. അപ്പോൾ മുതൽ അത് കത്തിത്തുടങ്ങും. 10-40 വർഷത്തിന് മുമ്പ് അങ്ങനെ ശീലിച്ചവരല്ലേ നമ്മൾ പലരും. സ്തോത്രം. അതെന്താ? അടുപ്പിൽ തീ കിടക്കുന്നുണ്ടാ. ഓ, നീ രാത്രിയിൽ ഉറങ്ങുമ്പോഴും നിന്റെ തീ കെട്ടുപോകാതിരിക്കുന്നത് കൊണ്ടാണ് ശത്രു നിന്റെ വീട്ടിൽ കയറാതിരിക്കുന്നത്. അണഞ്ഞിട്ടില്ല തീ. പ്രൈസ് ഗോഡ്. ഓ ഹല്ലേലൂയ. അമ്മേ, ആ കാലങ്ങളിൽ എന്നും അതിരാവിലെ തിരുസന്നിധി എന്നുള്ള പാട്ടുണ്ടായിരുന്നു. അതൊക്കെ കാലഹരണപ്പെട്ടു പോയില്ലേ? ദിവസം 7 പ്രാവശ്യം ഞാൻ സ്തുതിക്കുമെന്ന് ഒരിക്കൽ ദാവീദ് പറഞ്ഞു. പിന്നെ അത് അരമനയിലൊക്കെ വന്നപ്പോൾ അതൊക്കെ മാറി. പിന്നെ വൈകുന്നേരത്തും കാലത്ത് ഉച്ചയ്ക്കും ഞാൻ സങ്കടം ബോധിപ്പിച്ച് കരയുന്നതായി. 7 പ്രാവശ്യം പിന്നെ മാറി 3 പ്രാവശ്യമായി. ഇപ്പോ താമസിച്ച് കിടക്കുന്നതുകൊണ്ട് വൈകിട്ടത്തെ പ്രാർത്ഥനയും കുറവാണ്. പിന്നെ എഴുന്നേക്കുന്നത് 11 മണിയാവും പല വീടുകളിലും. അപ്പൊ പിന്നെ രാവിലത്തെ കുടുംബ പ്രാർത്ഥനയും ഇല്ല.
കർത്താവുമായിട്ടുള്ള ബന്ധം, ഞാൻ താഴ്മയോട് പറയാം, നിങ്ങൾ വ്യക്തിപരമായി ശക്തിപ്പെടണം. അപ്പൊ ഇതിൽ മനസ്സിലായല്ലോ, ആഭിചാരം ജഡത്തിന്റെ പ്രവൃത്തികളാണ്, അത് ചെയ്യുന്നവർക്ക് നിത്യതയില്ല. അപ്പോൾ ഒരു ചോദ്യം, പക്ഷേ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ എങ്ങനെയാണ് നടക്കുന്നത്? മാത്യു ചാപ്റ്റർ 24:24 വേഗം എടുത്ത് വായിച്ചാട്ടെ. മറ്റൊരാള് മത്തായി സുവിശേഷം 7-ാമത്തെ അധ്യായം അതിന്റെ 19 മുതലും താഴോട്ട് വായിച്ചാട്ടെ. വേഗം നമുക്ക് വാക്യങ്ങൾ കുറച്ചുകൂടെ വായിക്കാം. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വ്രതന്മാരെ തെറ്റിക്കാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. ശ്രദ്ധിച്ചാട്ട് സഹോദരങ്ങളെ, അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? ഈവൻ ദി ഇലക്ട് എന്നുള്ള ഒരു വേർഡാണ് എഴുതിയിരിക്കുന്നത്. ഈവൻ ദി ഇലക്ട്. നമ്മളാരും ഇലക്ട് അല്ല, നമ്മളെല്ലാം വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ വരത്തേയുള്ളൂ. ജീവിതത്തിൽ അശുദ്ധിയൊന്നും ഭവിക്കാതെ, ഈ ലോകത്തിന്റെ ഒരു സുഖങ്ങളും സന്തോഷങ്ങളും അനുഭവിക്കാതെ, തങ്ങളെ തന്നെ മനസ്സും ശരീരവും ഹൃദയവും കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്ത്, ഇഷ്ടങ്ങളെല്ലാം ദൈവത്തിലാണെന്ന് സറണ്ടർ ചെയ്ത് ജീവിക്കുന്നവരാണ് വൃതന്മാർ. അവരെ പോലും തെറ്റിക്കാൻ. അപ്പൊ പിന്നെ നമ്മുടെ കാര്യം പറയണോ? സാത്താൻ എന്ത് ചെയ്യുന്ന വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യും. നമുക്കറിയാം, സോഫിയ എന്ന് പറയുന്നതായ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള അതേ യന്ത്രമനുഷ്യനെ കണ്ടുപിടിച്ചു. ഇതിലൊന്നുമല്ല, ഇനി വരാൻ പോകുന്ന എന്താണെന്നറിയാമോ? പ്രതിമ സംസാരിക്കുക മാത്രമല്ല, ആത്മാവിനെ കൊടുക്കാൻ വരെയും ഒരു അധികാരതലം സാത്താന് കിട്ടും. മനുഷ്യർക്കല്ല, പ്രതിമയ്ക്ക്. എതിർ ക്രിസ്തുവിന്റെ ഭരണകാലം ഏറ്റവും അടുക്കലാകാറായിരിക്കുക. കാലഘട്ടത്തിന്റെ സംഭവങ്ങൾ, ഒരു കയ്യിൽ ബൈബിളും മറുകയിൽ ലോകത്തിന്റെ വാർത്തയും നോക്കുമ്പോൾ ഏറെക്കുറെ എല്ലാം കാര്യങ്ങൾ അടുത്തു വരികയാണ്. ഞാനിതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ സ്തോത്രം സ്തോത്രം. ഇപ്പൊ 204-ൽ പരം പ്രസംഗം ഞാൻ പ്രസംഗിച്ചു. സ്തോത്രം. നവംബർ മാസം 16-ാം തീയതി മുതൽ ദൈവം ഏഴയായടിയനിലൂടെ നിങ്ങൾ കേൾക്കുന്ന ദൈവവചനത്തിൽ നിന്ന് എനിക്ക് നിങ്ങളെ ധൈര്യപ്പെടുത്താനുള്ളൂ. നമ്മുടെ വീണ്ടെടുപ്പ് ഏറ്റവും വാതിക്കലായിരിക്കും. ഉണരാനും ഒരുങ്ങാനും മാത്രമേ നമ്മുടെ മുന്നിൽ സമയമുള്ള സഹോദരൻ. ഇത് ഞാൻ വളരെ ഭയത്തോടെയാണ് നിങ്ങളോട് ഇത് പറയുന്നത്, വളരെ വിറയലോടെയാണ് ഇത് പറയുന്നത്. സ്തോത്രം. എന്റെ വചനത്തിങ്കിൽ വിറയ്ക്കുന്നവരെ ഞാൻ കടാക്ഷിക്കുമെന്ന് വചനത്തിലുണ്ട്. നിങ്ങളുള്ള ഭയനിമിത്തം എന്റെ ശരീരം രോമാഞ്ചം കൊള്ളുന്നു എന്ന് ബൈബിളിൽ വായിച്ചിട്ടില്ലേ? ഓ, എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എന്റെ വചനത്തിങ്കിൽ വിറയ്ക്കുന്നവനുമായവനെ ഞാൻ സഹായിക്കുന്നുവെന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, സാത്താൻ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യും. എങ്ങനെ? ഫാൾസ് പ്രൊഫറ്റ്സ് വിൽ റൈസ്. മിറക്കിൾസും സയൻസും വണ്ടേഴ്സും അവർ ചെയ്യും. ഹോളി ലൈഫ് പറയത്തില്ല, സെപ്പറേഷൻ ലൈഫ് പറയത്തില്ല, വിശുദ്ധമായി ജീവിക്കാൻ പറയത്തില്ല, ദൈവഭക്തിയോട് ജീവിക്കാൻ പറയത്തില്ല, പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് വരാൻ പറയത്തില്ല. ഇന്നൊരാളിനോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു, നമ്മൾ എന്തിനാ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്, നമ്മൾ എന്തിനാ എപ്പോഴും ഉപവസിക്കുന്നത് എന്നാണ് അവരുടെ ചർച്ചിലെ പാസ്റ്റർ പഠിപ്പിക്കുന്നത്. നമ്മളെ രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണ്, ഇനി നമ്മളിൽ പാപമൊന്നുമില്ല, ഇനി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. എങ്ങനെയുണ്ട് ഉപദേശം? മോന് മൂക്കുണ്ടല്ലോ, ശ്വാസം വലിക്കണ്ട എന്ന് പറഞ്ഞ പോലെ. നിനക്ക് മൂക്കുണ്ടല്ലോ, ഇനി എന്തിനാ ശ്വാസം വലിക്കുന്നു? പൗലോസ് പറഞ്ഞു, ദുരുപദേഷ്ടാക്കന്മാർ എഴുന്നേൽക്കും, ചെന്നായ്ക്കൾ കടക്കും, ആടുകളുടെ വേഷം ധരിച്ച്. പ്രൈസ് ഗോഡ്. ദൈവം മോശയോട് പറഞ്ഞത്, മോശ മുഖാന്തരം യോശുവയോട് പറഞ്ഞത് എന്താണ്? ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. ഇതിൽ എഴുതിയിരിക്കുന്നൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും ഇത് ധ്യാനിച്ചു കൊള്ളണം. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിപ്പിരുന്ന യേശു പഠിപ്പിച്ചെടുത്ത് പ്രാർത്ഥിക്കരുതെന്ന് പറയുന്ന ഉപദേശം ശരിയോ? ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീനെന്ന് പറഞ്ഞ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ വചനം 21 ലേഖനങ്ങളിൽ 14 ലേഖനങ്ങൾ പൗലോസിൻ്റെതാണ്. ചർച്ച് അഡ്മിനിസ്ട്രേഷൻ, സഭ എങ്ങനെ പോകണം, കുടുംബജീവിതം എങ്ങനെ നയിക്കണം, തലമുറയെ എങ്ങനെ വളർത്തണം, ആമേൻ, ഭാര്യാഭർത്തൃ ബന്ധം എങ്ങനെയായിരിക്കണം, ആമേൻ, ഓഫീസ് ഗവൺമെന്റ് എങ്ങനെയായിരിക്കണം. താങ്ക് യു എന്നുള്ള പദം വേദപുസ്തകത്തിൽ നിന്നാണ് ലോകത്തിന് കിട്ടിയത്.
Praise God. ഇതിന്റെ എല്ലാം ഉപദേശങ്ങൾ തിരുവെഴുത്തിലാണ് സഹോദരങ്ങളെ. അപ്പൊ പ്രാർത്ഥിക്കണ്ട എന്ന് പറയുമ്പോൾ ഓർത്തോണം, ദൈവിക ബന്ധം നിനക്ക് വേണ്ടാന്നാ. കൂട്ടായ്മയ്ക്ക് പോകാൻ ഒരാൾക്ക് താല്പര്യം തോന്നുന്നില്ലേ, ഓർത്തിരുന്നോണം, ഓൾറെഡി ഹി സ്റ്റാർട്ടഡ് ദ ഫെലോഷിപ്പ് വിത്ത് സൈറ്റൻ. ഇന്ന് രാത്രി ഞരങ്ങിക്കോണം, വചനം കേൾക്കുമ്പോൾ ഞരങ്ങിക്കോണം. മത്തായി എഴുതിയ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താണ്? എന്നോട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. വീണ്ടും പറയുന്നു, കർത്താവേ ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിച്ചു, പിന്നെ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. നല്ല സാക്ഷിയല്ലേ പറയുന്നത്? ഭൂതങ്ങൾ വിട്ടുപോയത് കൊച്ചുകാരിയാണോ? പ്രവചിച്ചത് കൊച്ചുകാരിയാണോ? വീര്യപ്രവൃത്തി, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയ കേസ് തള്ളി, കൊണ്ടുവരുന്ന വഴിക്ക് പ്രാർത്ഥിച്ചു, അന്നേരം എഴുന്നേറ്റ് നടന്നു. മിടുക്കനായ ശുശ്രൂഷകനല്ലേ? നല്ല കാര്യമോ? പക്ഷെ തൊട്ടു താഴെ പറയുന്നത് എന്താ? അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവീ, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല എന്ന് ഞാൻ അന്നാളിൽ നിങ്ങളോട് തീർത്തു പറയും, വിത്തൗട്ട് എനി കോംപ്രമൈസ്. അപ്പൊ പ്രവചനമാണോ വലുത്? നിത്യതയാണോ വലുത്? ഭൂതങ്ങളെ പുറത്താക്കുന്നതാണോ വലുത്? നിത്യതയാണോ വലുത്? വീര്യപ്രവൃത്തിയാണോ വലുത്? നിത്യതയാണോ വലുത്? എന്നാൽ മർക്കോസിന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം അതിന്റെ ഒടുവിലത്തെ വാക്യം വായിച്ച്, അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു, കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചു. ബാക്കി വായിച്ചാട്ടെ. അവരാൽ നടന്ന അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും വചനത്തെ എന്ത് ചെയ്തു? ഉറപ്പിച്ചു. വായിച്ചേ സോണി. റെഫറൻസ് മനസ്സിലായില്ല. 16-ാമത്തെ അധ്യായം, മർക്കോസിന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം അതിന്റെ അവസാന വാക്യം. ഇങ്ങനെ കർത്താവ് യേശു അവരോട് അരുളി ചെയ്ത ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്നു. അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു, കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചു, അവരാൽ നടന്ന അടയാളങ്ങൾ ആ വചനത്തെ ഉറപ്പിച്ച് പോന്നു. അവരാൽ നടന്ന, എന്തിനാ ഇത് ചെയ്തത്? വചനത്തെ ഉറപ്പിക്കാനാണ്. ആത്മാക്കളെ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരാനാണ്. നമ്മളെല്ലാം സ്പെഷ്യലിസ്റ്റുകളായി മാറാനല്ല സഹോദരങ്ങളെ, സോൾ വിന്നേഴ്സായി മാറാനാ. നിങ്ങൾ ദൈവത്തിനെ കരഞ്ഞാൽ മതി, ആത്മമണ്ഡലം ഓപ്പൺ ആയാൽ ഈ കൃപാവരങ്ങളെല്ലാം ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. കർത്താവ് അങ്ങനെയാ പറഞ്ഞത്, ഗോ ആൻഡ് ഹീൽ ദ സിക്ക്, കാസ്റ്റ് ദ ഡീമൺസ്, റൈസ് ദ ഡെഡ്. നാളെ നമ്മൾ എല്ലാവരോടും പ്രാർത്ഥിക്കുമ്പോൾ, കഴിഞ്ഞ ദിവസം അതേ നമ്മുടെ അനിൽ സ്ട്രോക്ക് വന്ന് കിടന്ന് എഴുന്നേറ്റു. എബ്രാസോറിന്റെ പ്രിയപ്പെട്ട കുടുംബത്തിലുള്ളവർ വെന്റിലേറ്ററിലായിരുന്നു, ഒരാഴ്ച പ്രാർത്ഥിച്ചു, അത് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോയി. നമ്മുടെ ജിബിയുടെ കുഞ്ഞിന് എന്തായിരുന്നു? എന്താ സുഖമായിരുന്നു മോളെ? കെസിയ എന്താ സുഖമായിരുന്നു? എക്സീമ അല്ലേ? നോക്കുക, 4 മാസം ആ കുഞ്ഞിന്റെ ശരീരം അഴുകിക്കൊണ്ടിരുന്നതാ. സിംപിളി ദൈവത്തിന്റെ വചനം പങ്കുവെച്ചതേ ഉള്ളൂ, ആ കുഞ്ഞ് ഹീലായി. ഇത് മനുഷ്യകരം തൊട്ടതാണോ ദൈവവചനം ഇറങ്ങിയാണോ? നിങ്ങൾ പറ. ഞാൻ അവിടെ വന്ന് ദുബൈ വന്ന് അനിലിന്റെ ദേഹത്ത് കൈവച്ചോ? നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് എബ്രാസോന്റെ പ്രിയപ്പെട്ടവരുടെ മേൽ കൈവച്ചോ? ജിബിയുടെ കുഞ്ഞിന്റെ മേൽ ഞാൻ വന്ന് കൈവച്ചോ? ഒന്നും വെച്ചില്ലല്ലോ. പിന്നെന്താ? 107-ാം സങ്കീർത്തനം 20-ാം വാക്യം പറയുന്നു, അവൻ തന്റെ വചനത്തെ അയച്ചു അവരെ സൗഖ്യമാക്കി, അവരെ അവരുടെ കുഴികളിൽ നിന്നും കയറ്റി. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്ന ദൈവവചനം വിശ്വാസത്തോടും തികഞ്ഞ ദൈവാശ്രയത്തോടും കൂടെ നിങ്ങൾ പങ്കുവെക്കുമ്പോൾ ആ വചനത്തിന് അവധിനോളം ശക്തിയുണ്ട്. വചനം ദൈവത്തിൻ്റെതാണ്. അത്യുന്നതന്റെ ശ്വാസമാണ് ഈ ദൈവത്തിന്റെ വചനം, അല്ലാതെ വെള്ളപ്പേപ്പറിലെ കറുത്ത മഷിയല്ല. ഇതിന് ജീവനുണ്ട്. ഇതാരെയും സ്കാൻ ചെയ്യും. ഹൃദയത്തിന് ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്ന ഒരു മെഷീൻ ഇവിടെ ഇല്ല. ഇതാണ് വചനത്തിന് വ്യത്യാസം. അതുകൊണ്ട് അപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ പൈശാചിക ശക്തിയാൽ നടക്കും.
അപ്പോസ്തലനായ പൗലോസ് തന്റെ മിഷണറി ജീവിതത്തിൽ നേരിട്ട സംഭവങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ദൈവത്തിന്റെ ദാസനായ ഫിലിപ്പോസ് 8-ാമത്തെ അധ്യായം അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ അവിടെ നാം കാണുന്ന ശമരിയിലേക്ക് ദൈവം ഫിലിപ്പോസിനെ അയക്കുന്നു. വലിയ ഉണർവ് നടക്കുന്നു. 8-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ കാണുന്നത് വലിയ മിറക്കിൾസ് നടക്കുകയാണ്. ആ മിറക്കിൾസ് നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സ്തോത്രം. അവിടെ ആളുകളെ മുഴുവൻ മന്ത്രവാദത്തിന്റെ ശക്തിയാൽ വശീകരിച്ച ദേശത്തെ ജനങ്ങളെ പരിഭ്രമിപ്പിച്ചു പോകുന്ന ഒരുവൻ അവിടെ ഉണ്ട്. ആക്ട്സ് ചാപ്റ്റർ 8 വേഴ്സ് 9-13. എന്താ അവിടെ കാണുന്നത്? എന്നാൽ ശീമോൻ എന്നു പേരുള്ള ഒരു പുരുഷൻ ആ പട്ടണത്തിൽ ആഭിചാരം ചെയ്തു. താൻ മഹാൻ എന്ന് പറഞ്ഞു ശമരിയ ജാതിയെ ഭ്രമിപ്പിച്ചു പോന്നു. ആളുകളെ ഭ്രമിപ്പിക്കുക. പിന്നെ ഇവൻ മഹതി എന്ന ദൈവശക്തിയാകുന്നു എന്ന് പറഞ്ഞ് ആ ബാലവൃത്തം എല്ലാവരും അവനെ ശ്രദ്ധിച്ചു വന്നു. ഇവൻ ആഭിചാരം കൊണ്ട് ഏറെ കാലം അവരെ ഭ്രമിപ്പിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അവരെ ഭ്രമിപ്പിക്കുന്നത്? ആഭിചാര ശക്തിയാൽ. ഇന്ന് രാത്രി നിങ്ങൾ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ഓർക്കണം, ഈ അഭിഷേകത്തിന്റെ ആ അത്യന്ത ശക്തിയായ കോട്ടകളെ ഇടിക്കാൻ കഴിയുന്ന ദൈവശക്തി, അതാണ് നിങ്ങളുടെ തലയിലുള്ളതെന്ന് നിങ്ങൾക്കൊന്ന് സമ്മതിക്കാമോ? പ്രൈസ് ഗോഡ്. ഇനി ഏത് കുറിയിട്ട ആളിനെ കണ്ടാലും, ഏത് കാവിയുടുത്ത ആളിനെ കണ്ടാലും, ഏത് കാവ് കണ്ടാലും, ഏത് പൂജാ മേഖല കണ്ടാലും, കുഞ്ഞെ നിനക്കൊരു കാര്യം പിടികിട്ടുമോ? നിന്റെ മേൽ വ്യാപരിക്കുന്ന ആത്മമണ്ഡലത്തെ ഈ കുടിയിരിപ്പിനെല്ലാം ഭയമുണ്ട്. മഹദി എന്ന ശക്തി കൊണ്ട് ആളുകളെ ഭ്രമിപ്പിക്കുകയാണ്. അപ്പോൾ മന്ത്രവാദികളുടെ ഇടയിൽ ഔട്ട്റീച്ച് നടക്കുമോ? കെട്ടപ്പെട്ടവരുടെ നടുവിൽ ഔട്ട്റീച്ച് നടക്കുമോ? നടക്കും. എന്തുകൊണ്ട്? വചനത്തിന് ബന്ധനമില്ല. പ്രസംഗിക്കുന്ന ആളിനെ ബന്ധിക്കാൻ ശ്രമിക്കാം, പക്ഷേ ആ പ്രസംഗത്തിന്റെ വചനത്തിന്റെ ശക്തി അവന്റെ കെട്ടഴിക്കും. ദൈവവചനത്തിനോ ബന്ധനമില്ല. അതുകൊണ്ടാണ് പോൾ പറയുന്നത്, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ഈ 204 പ്രസംഗം പ്രസംഗിച്ചിട്ടും ഞാൻ ക്ഷീണിക്കാൻ എന്താ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് 76 പ്രസംഗം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് കിട്ടാത്തവരുണ്ട്, എനിക്ക് മെസ്സേജ് ഇട്ടാൽ ഞാൻ ഫുൾ ലിങ്ക് മൊത്തം അയച്ചു തരാൻ നോക്ക്. സ്തോത്രം. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഇത് മാനുഷ്യശക്തി കൊണ്ട് നടക്കുന്ന ഒരു കാര്യമല്ല. ദൈവം നമ്മളെ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ വട്ടപൂജ്യമാ. പത്രോസിൽ വ്യാപരിച്ചവൻ പൗലോസിൽ വ്യാപരിച്ചു. ആ പൗലോസിൽ വ്യാപരിച്ചവൻ ഏഴകളായി നമ്മളിലും വ്യാപരിക്കുന്നു. എന്നിലത് വ്യാപരിക്കുന്നെങ്കിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ പങ്കെടുക്കുന്ന എന്റെ വാത്സല്യ സഹോദരി സഹോദരന്മാരെ, നിങ്ങളിലും ഇത് വ്യാപരിക്കും. 100ഓളം കുടുംബങ്ങൾ ഇതിൽ പങ്കെടുത്തു. ഇപ്പൊ 98 പേര് ഇതിൽ ലൈവായിട്ടുണ്ട്. സ്തോത്രം. നിങ്ങളുടെ ഭവനങ്ങളിലെല്ലാം ഇത് വ്യാപരിക്കും. ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കിയേ. ആമേൻ. എല്ലാവരും രക്ഷിക്കപ്പെട്ട് സ്നാനമേറ്റപ്പോൾ മന്ത്രവാദിയുടെ ഉള്ളിൽ ഒരു തന്ത്രമിറക്കി. എന്താ? താനും കൂടെ അങ്ങ് മുങ്ങി. ശമരിയിലുള്ള ഒരു വലിയ ജനത മുഴുവൻ കർത്താവിലേക്ക് തിരിഞ്ഞപ്പോൾ മന്ത്രവാദി ഒറ്റപ്പെട്ടു. തനിക്ക് മനസ്സിലായി, എടാ യുവമാരെല്ലാം എന്റെ കയ്യിൽ നിന്ന് പോയി, ഞാനിവിടെ അങ്ങ് സ്വീകരിക്കാം. പക്ഷേ തന്റെ മാനസാന്തരം സത്യമല്ലായിരുന്നുവെന്നും മാനസാന്തരപ്പെടാതെ സ്നാനപ്പെട്ടയാളാണ് ഇദ്ദേഹമെന്നും പിന്നീട് നമ്മൾ കാണുന്നു. എപ്പോഴാ അത് വെളിപ്പെട്ടെന്നറിയാമോ? പത്രോസിനെ വരുത്തിയപ്പോൾ. ഇവരെല്ലാം രക്ഷിക്കപ്പെട്ടതേ ഉള്ളൂ, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചില്ല. അപ്പോസ്തലനായ പത്രോസിനെ വരുത്തി ഇവർ അഭിഷേകം പ്രാപിക്കാൻ. വളരെ കാലങ്ങൾക്ക് മുമ്പ് സഭകളിൽ കാത്തിരിപ്പ് യോഗം എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയുണ്ടായിരുന്നു. കാത്തിരിപ്പ് യോഗം, ടാരി മീറ്റിംഗ്.
എന്തിനു വേണ്ടിയായിരുന്നു? അഭിഷേകം പ്രാപിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള അഭിഷേകം പ്രാപിക്കാൻ, സഹോദരി സഹോദരന്മാർക്ക് പ്രാപിക്കാൻ കാത്തിരിപ്പ് യോഗം ഉണ്ടായിരുന്നു. ഇന്ന് ദൈവദാസന്മാരിൽ ഏറിയ പങ്കാളികൾക്കും താല്പര്യമില്ല. ഇന്ന് അന്യഭാഷ പറയുന്നെങ്കിൽ പുറകോട്ടൊന്ന് നോക്കും, ആരാ ഒച്ചയിൽ ഹല്ലേലൂയ പറഞ്ഞേ, ആരാ അന്യഭാഷ പറഞ്ഞെന്ന്. സഭകൾ മുഴുവൻ മോർച്ചറി ചർച്ച ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടെന്താ? പാപത്തിന്റെ സ്വാധീനം തലമുറകളെ പിടിക്കുന്നു. പാപം ചെയ്യാനുള്ള സമ്മർദ്ദത്തിൽ കുഞ്ഞുങ്ങൾ അകപ്പെടുന്നു. ലോകം മുഴുവൻ മനുഷ്യരെ തെറ്റിക്കുന്ന പിശാചെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചതുപോലെ പാടില്ലാത്തതും അരുതാത്തതുമായ കാര്യങ്ങൾ പറയാനും ചെയ്യാനും കാണാനും അവർ നിർബന്ധിതരാകുന്നു. അഥവാ അവരെ മറ്റൊരു പ്രേരക ശക്തി വശീകരിച്ചു പോകുന്നു. എന്റെ സഹോദരി സഹോദര, നീയും നിന്റെ തലമുറയും ഈ അഭിഷേകത്തിന്റെ ഒഴുക്കിൽ നിൽക്കാൻ മനസ്സില്ലെങ്കിൽ നാളെയുടെ ദിവസങ്ങളിൽ നീയും നിന്റെ തലമുറയും പൈശാചികത്തിന്റെ ഒഴുക്കിൽ അകപ്പെടും. കേൾക്കുമ്പോൾ പ്രയാസമുള്ളതാണെന്ന് തോന്നും. പക്ഷെ എനിക്കറിയാം, ഇന്ന് രാത്രി ഞാൻ പറയുമ്പോൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ഇത് അമൃതുപോലെ റിസീവ് ചെയ്യുമെന്ന് ഞാൻ കർത്താവിൽ അറിയുന്നു. വചനത്തിൽ വായിക്കുന്നത് എന്താണ്? ശീമോൻ വന്ന് കൈവച്ചപ്പോൾ എല്ലാവരും അഭിഷേകം പ്രാപിച്ചു. മന്ത്രവാദിക്കൊരാഗ്രഹം, ഞാൻ കൈവച്ചാലും ആർക്കും കിട്ടണം. കുറച്ച് കാശ് കൊണ്ടുവന്ന് പത്രോസിന്റെ കയ്യിലോട്ട് കൊടുത്തു. ഈ സംഭാവനയ്ക്ക് നന്ദി എന്ന് പറഞ്ഞ് അവനെ കെട്ടിപ്പിടിക്കുകയല്ല ചെയ്തത്. എന്താ ചെയ്തത്? കഴിഞ്ഞ ദിവസം ഒരു അമ്മച്ചി എനിക്ക് കുറച്ച് പൈസ അയച്ചു തന്നിട്ട് പറഞ്ഞു, പക്ഷേ ഇത് ഫുഡ് കൊടുക്കണം, പക്ഷെ ഇത് പ്രയർ ടവറിന് വേണ്ടി ഉപയോഗിക്കാം. ഞാൻ അമ്മച്ചിയുടെ പർപ്പസ് ചോദിച്ചപ്പോൾ ആ പണം അതിനു വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല. മനസ്സിലോ? അമ്മച്ചിയുടെ അനുവാദത്തോടുകൂടി ഒരു ട്രസ്റ്റിന് ഞാൻ ആ പൈസ അയച്ചു കൊടുത്തു. കാരണം ആ പൈസ ഈ പർപ്പസിന് പറ്റത്തില്ല, അതിന്റെ ലാൻഡ് മേടിക്കാൻ പറ്റില്ല. സ്തോത്രം. സ്വരങ്ങളെ ഏത് മാർഗത്തിലൂടെയുമുള്ള പണം നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. സ്തോത്രം. തിരുവെഴുത്ത് എന്താ പറയുന്നത്? ആമേൻ. ഈ പണത്തെ കുറിച്ച് താൻ പറയുന്നത് ഇങ്ങനെയാണ്. പത്രോസ് അവനോട്, ദൈവത്തിന്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാം എന്ന് നീ നിരൂപിക്കൊണ്ട് നിന്റെ പണം നിന്നോട് കൂടെ നശിച്ചു പോകട്ടെ. നിനക്ക് നിന്റെ ഹൃദയം ദൈവസ്ഥനെ നേരുള്ളതല്ലായികയാൽ ഈ കാര്യത്തിൽ നിനക്ക് പങ്ക് ഓഹരിയുമില്ല. പ്രൈസ് ഗോഡ്. അതെ, നീ പല കണിയിലും താഴോട്ട് വായിച്ചാട്ടെ സോണി. നീ ഈ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക. അപ്പൊ കാശ് കൊടുത്ത് ദൈവത്തിന്റെ വരം പ്രാപിക്കാമെന്നാ തനിക്ക് തോന്നലുണ്ടായത്. എന്റെ സൗരങ്ങളെ എത്ര കോടി കൊടുത്താലും അഭിഷേകം കിട്ടില്ല കേട്ടോ. അയ്യോ, ഞാൻ ബൈബിൾ സ്കൂളിൽ എത്ര ദിവസം നിലവിളിച്ചിട്ടായി ഇത് പ്രാപിച്ചെന്നറിയാമോ? ചുമ്മാ ഒന്നും കിട്ടത്തില്ല ഇത്. അതുകൊണ്ട് ദൈവത്തിന്റെ മക്കളെ, ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ, അത്യുന്നതനായ ദൈവം തമ്പുരാന്റെ അഭിഷേകം ഏഴയായ എന്റെ മേൽ എന്റെ ദൈവം തന്നതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. അഭിഷേകമുണ്ടോ? എല്ലാം. അഭിഷേകമില്ലയോ? നീ അനാഥനാണ്. ആമേൻ. ഇന്ന് രാത്രി കർത്താവ് പറഞ്ഞ വാക്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, Let them come, those who are thirsty. ദാഹിക്കുന്ന ഏവനും എന്റെ അടുക്കൽ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. അഭിഷേകം പ്രാപിച്ചിട്ടില്ലാത്ത എന്റെ വാത്സല്യ സഹോദരി സഹോദരന്മാരെ, ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കുമെന്ന് എഴുതിയിരിക്കുന്നു. അഭിഷേകം പ്രാപിച്ചിട്ടില്ലാത്ത ദൈവമക്കളുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ അവധിയെടുത്താണേലും ദൈവത്തിനെ കരയണം, നിലവിളിക്കണം. അപ്പാ കരണേ. ദാഹത്തിനനുസരിച്ചേ കിട്ടൂ. മരിക്കത്തക്ക ദാഹം ശിംശോനുണ്ടായപ്പോൾ ലേഹിയിൽ ഒരു കുഴി പിളരുമാറാക്കി അവൻ അതിൽ നിന്ന് കുടിച്ച് ഉയിർ വീണു എന്നാണ് വായിക്കുന്നത്. അതുകൊണ്ട് വലിയ മരിക്കത്തക്ക ദാഹം പോലെയുള്ള
ഒരാത്മദാഹം കൊണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങൾ നിറയ്ക്കട്ടെ എന്ന് ഞാൻ ദൈവസഭയിൽ ഞരങ്ങുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത്, നീ കൈപ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലും അകപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ കാണുന്നു. തന്റെ ക്യാരക്ടർ ദൈവാത്മാവ് വിവേചിച്ചു. സഹോദരന്മാരെ, എന്താണ്? നീ കൈപ്പുള്ള പക, അനീതിയുടെ ബന്ധനത്തിൽ നീ അകപ്പെട്ടിരിക്കുന്നു. ചോദ്യം, രക്ഷിക്കപ്പെട്ട ആളല്ലേ? സ്നാനപ്പെട്ട ആളല്ലേ? രക്ഷിക്കപ്പെട്ട ആള് സ്നാനപ്പെട്ട ആളല്ലേ? പിന്നെ എങ്ങനെയാ അനീതിയുടെ വഞ്ചനയിൽ അകപ്പെടുന്നത്, കണിയിൽ അകപ്പെടുന്നത്? പുതിയ സൃഷ്ടിയാ കുഞ്ഞേ കാര്യം. നമ്മൾ ആനയാ കൂനയാന്ന് പറഞ്ഞിട്ട് നടന്നിട്ടൊന്നും കാര്യമില്ല. കർത്താവിന്റെ ആത്മാവ് നിന്നെ വിവേചിക്കുമ്പോൾ, എന്നെ തൂക്കി നോക്കുമ്പോൾ, ദൈവസനയിൽ പ്രാഗൽഭ്യമില്ലെങ്കിൽ ഇന്ന് കമന്ന് വീണോണം, അത് നാളെ ആക്കല്ല. പൗലോസ് പറയുന്നു, എന്നിൽ ഒരു കുറവും ഇല്ലെന്ന് കണ്ടാൽ ഞാൻ നീതിമാനെന്ന് വരികയില്ല. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യനെന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ടില്ലേ? നന്മ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എങ്കിലും ഇച്ഛിക്കാത്ത തിന്മയത്രേ ചെയ്യുന്നത്. കർത്താവ് പറഞ്ഞില്ലേ, ഇവർ വിശുദ്ധീകരിക്കപ്പെട്ടവരാകേണ്ടതിന്, യോഹന്നാൻ 17:17, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. കർത്താവ് പറഞ്ഞു, ഇവർ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിച്ചിരിക്കുന്നു. കർത്താവിന് കുറ്റമില്ല, കുറവില്ല, പാപമില്ല, അകൃത്യമില്ല, ഒന്നുമില്ല. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിന് കുറ്റമില്ല. പിന്നെങ്ങനാ? കർത്താവ് പറയുകയാണ്, അവർക്ക് വേണ്ടി ഞാൻ എന്നെ സാന്റിഫൈ ചെയ്തിരിക്കുന്നു. അങ്ങനെയെങ്കിൽ പൊങ്ങച്ചത്തിന് എവിടെയാ സ്ഥലം? ദുരഭിമാനത്തിന് എവിടെയാ സ്ഥലം? സൗരങ്ങളെ, ദൈവസനി വരുമ്പോൾ നാം ദൈവത്തെ ആരാധിക്കേണ്ടത് ഇടത്തും വലത്തും മുമ്പിലും പുറകിലും ഉള്ളവർ ആരാധിക്കുന്നതിന്റെ രീതി, സ്റ്റൈലും നോക്കി വല്ല മൂടുണ്ടാകേണ്ടത്. കൃപയുടെ ഭക്തത്താൽ വരണം, ആത്മനിയോഗത്താൽ ചെല്ലണം. അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് നമ്മളെ തിന്നുകളയണം. അമ്മേ, ആത്മനിയോഗത്താൽ ശിമയോൻ ദൈവാലയത്തിൽ ചെന്നതുപോലെ ഞാനോ നിന്റെ കൃപയുടെ മികത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്നെന്ന് ദാവീദ് പറഞ്ഞതുപോലെ നിങ്ങളുള്ള ഭക്തിയോടെ ആരാധനയിൽ ദൈവഭയമുണ്ടോ? ദൈവഭക്തിയുണ്ടോ? വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുന്നുണ്ടോ? അന്നേരം മൊബൈൽ മാന്തിക്കൊണ്ടിരിക്കുവാണോ? അന്നേരം ഫ്രണ്ട്സിന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണോ? കുഞ്ഞെ, യോഗത്തിന് പോകുന്നെങ്കിൽ മര്യാദയ്ക്ക് പോകണം. ദൈവത്തിന് വേണ്ടി നീ പോവുകയാണോ, ആ സമയം മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചിട്ട് സമാധാനത്തോടെ സ്വസ്ഥതയോടെ നിന്റെ ഹൃദയം ദൈവസനെ പകർന്നാൽ നീ അനുഗ്രഹിക്കപ്പെടും, നിന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും. നീ ഒന്നും അങ്ങോട്ട് പറയണ്ട, അറിഞ്ഞ് കർത്താവിന്റെ പുറകെ കൊണ്ട്. അതാ ദൈവനീതിയുടെ ഭാഗം. അപ്പോൾ ഫിലിപ്പോസിന്റെ ശുശ്രൂഷയിൽ മന്ത്രവാദം പൊളിഞ്ഞോ ഇല്ലയോ? പറ. പൊളിഞ്ഞു. അവന്റെ കെട്ടിൽ കടന്നവർ പുറത്തു വന്നോ? വന്നു. ചോദ്യം, ദൈവം നിന്നെ എവിടെ അയച്ചാലും പോകാൻ പറ്റുമോ? സ്തോത്രം. നീ പാർക്കുന്ന സ്ഥലം സാത്താന്റെ സിംഹാസനമാണെന്ന് ഇരിക്കട്ടെ. വചനം പറയുന്നത് എന്താ? അന്തിപ്പാസിനെ കൊന്ന കാലത്തും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചില്ല. പിന്നെ നിനക്ക് അല്പമേ ശക്തിയുള്ളൂവെങ്കിലും നീ എന്റെ വചനം കാത്തു. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എന്റെ വചനം കാത്തു. How much you are paying the price for the God's word? കർത്താവിന്റെ വചനത്തിന് വേണ്ടി എന്ത് പ്രൈസാ കൊടുക്കുന്നേ? പൗലോസ് പറഞ്ഞു, എനിക്ക് ലാഭമായിരുന്നത് ഞാൻ ഛേദമെന്നെണ്ണി. നിങ്ങളുടെ വീടിന്റെ മൂലയ്ക്ക് പല റൂമുകളിലും വേസ്റ്റ് ബോക്സ് വെച്ചിട്ടില്ലേ? പാത്രം വെച്ചിട്ടില്ലേ? അതൊന്ന് തുറന്നു നോക്ക്. കർത്താവിന് വേണ്ടി വെച്ച നിങ്ങളുടെ ജീവിതത്തിന്റെ വേസ്റ്റ് ബോക്സിനകത്ത് എന്തൊക്കെ ക്രിസ്തുവിന് വേണ്ടി ത്യജിച്ചുവെന്ന് വല്ലതും ത്യജിച്ചിട്ടുണ്ടോ? നമ്മുടെ സാക്ഷ്യം, സൗരങ്ങളെ ഇന്ന് ചർച്ചിൽ വരുമ്പോൾ എന്റെ കാലെ മുള്ളു കൊള്ളാമായിരുന്നു, ദൈവം തമ്പുരാൻ കാത്തു. What you denied for Christ. കർത്താവിന് വേണ്ടി എന്ത് വില കൊടുത്തു? ആരെങ്കിലും എന്തേലും പറയുമ്പോ കൊടക്കകത്ത് വേദപുസ്തകം കയറ്റി വെച്ച് ആരും അറിയാതെ യോഗത്തിന് പോകുന്നതാണോ?
നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്നവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് സ്വർഗത്തിലെ പിതാവായ ദൈവം ഉയർപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികളാകുന്നു. ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങിയവർ ലാഭം കൊയ്യാനല്ല അവരിറങ്ങിയത്. അവർ ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയെ മരിക്കാനായിരുന്നു അവർ കർത്താവിനെ ഫോളോ ചെയ്ത സഹോദരൻ. ഇവിടുത്തെ മെച്ചവും നേട്ടവും ലാഭവും ഇവിടുത്തെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഒന്നും അല്ല അവരുടെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരിക്കൽ വിളക്കുടി മത്തായിപ്പച്ചൻ എന്ന് പറയുന്ന അപ്പച്ചനെ ഞാൻ ഇന്റർവ്യൂ ചെയ്തു ചെന്നൈ വെച്ച്. അന്ന് അപ്പച്ചൻ എന്റെ ഓർമ്മശരി 95 വയസ്സോളം. അപ്പച്ചൻ സാക്ഷ്യം പറയുന്ന കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഏതാണ്ട് 10,000 ഏക്കർ കാപ്പിത്തോട്ടമുള്ള ഒരു സായിപ്പിനോട് സുവിശേഷം പറയുമ്പോൾ സായിപ്പിന് അപ്പച്ചനെ ഇഷ്ടപ്പെട്ടു. സായിപ്പ് അപ്പച്ചനോട് പറഞ്ഞു, നിനക്ക് 500 ഏക്കർ കാപ്പിത്തോട്ടം ഞാൻ പതിച്ചു തരാൻ പോവാ, നീ അതുകൊണ്ട് സുവിശേഷ വില ചെയ്തോളാൻ പറഞ്ഞു. അപ്പം വിളക്കുടി മത്തായിപ്പച്ചൻ പറഞ്ഞ് കേൾക്കണോ, സായിപ്പേ നിന്റെ കാപ്പിക്കുരു വറക്കാനല്ല ദൈവം തമ്പുരാൻ എന്നെ വിളിച്ചു. ഇന്നാണ് പൊടിക്കാൻ ഒരു മില്ലും കൂടി ഇട്ട് തന്നാൽ വലിയ ഉപകാരമാണെന്ന് നമ്മൾ പറഞ്ഞേനെ. Praise God. Make sure we're calling. നിന്റെ വിളി വ്യക്തമാണോ, നിന്റെ വഴി വ്യക്തമായിരിക്കും. നന്മയുടെയും കരുണയുടെയും പുറകെ ദൈവമക്കൾ പോണ്ട. ഒടയ തമ്പുരാൻ നിന്റെ ഇടയനാണോ, നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെ നിന്നെ നിനക്ക് വേണ്ട എന്ന് പറഞ്ഞാലും ദൈവം തമ്പുരാൻ കൊണ്ടു തരും. അങ്ങനെ ആ തിരുവെഴുത്ത് ഞാൻ പഠിച്ച തിരുവെഴുത്തതാ. ഇവിടുത്തെ ഏത് ഗോഡൌണും കാലിയായാലും കാലിയാകാത്തൊരു കലവറയുണ്ടെങ്കിൽ അത്യുന്നതനായ ദൈവത്തിന്റെ ഭണ്ഡാരമാ. 40 വർഷം ദൈവത്തിന്റെ മെസ്സിൽ നിന്ന് കഴിച്ചതാ ഇസ്രായേൽ ജനത. അത് ഷട്ട് ഡൗൺ ചെയ്തപ്പോഴാന്ന് നിങ്ങൾക്കറിയാമോ? കനാനിലെത്തി അതിന്റെ നന്മ അനുഭവിച്ചതിന്റെ നെക്സ്റ്റ് ഡേ ക്ലോസ്ഡ്, ഹെവൻ ക്ലോസ്ഡ്. വിശ്വസിച്ചൊരാമയും പറയാമോ? എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണെന്ന് പറ, അത്തരം തുറന്ന് പറ. എന്നെ വിളിച്ചവൻ വിശ്വസ്തനാ. കുഞ്ഞെ, ഒരു വഴി അടഞ്ഞെങ്കിൽ നീ അതിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും. കാരണം മറ്റൊരു വഴി തുറക്കാതെ അടയത്തില്ല. ഇങ്ങോട്ട് താന്ന് പറഞ്ഞുള്ള പ്രാർത്ഥന നിർത്ത്. ദൈവസന്നിധിയിൽ ആകേണ്ടതുപോലെ ആകാതെ ചില ഡോറുകൾ ദൈവം ക്ലോസ് ചെയ്യും. എന്താണെന്നറിയാമോ? മേലോട്ട് നോക്കണ്ടേ എപ്പോഴേലും. നമ്മുടെ ഇഷ്ടം അനുസരിച്ച് വിട്ടാലേ നമ്മൾ എന്നേക്കുമായി നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഈ കൊളുത്തും മുള്ളുവേലിയും ചൂണ്ടലും വലയും എല്ലാം കൂടെ നമ്മുടെ മണ്ടയിൽ കയറി വരുന്നത്. എന്തുവാ? ദൈവത്തിന് നിന്നെ ഇഷ്ടപ്പെട്ടു, ദൈവകൃപയിൽ നിന്നെ ഉപയോഗിപ്പാൻ പരിശുദ്ധാത്മ ബന്ധപ്പെടുമ്പോൾ ഇന്നലകളിലായിരുന്ന പൈശാചിക മണ്ഡലം ഒരു പിടുത്തമുണ്ട്. എന്റെ കയ്യിൽ നിന്ന് പോയല്ലോ. കാര്യം എന്താ? നിന്നെ മെനയുന്നത് ആയിരങ്ങളുടെ വിടുതലിനായിരിക്കും. പട്ടണങ്ങൾ തോറും ഗ്രാമങ്ങൾ തോറും ദൈവത്തിന്റെ രാജ്യത്തിന്റെ വെളിച്ചം പകരാൻ ആമേ നക്ഷത്രങ്ങളെ പോലെ പലരെ നീതിയിലേക്ക് നയിക്കുന്നവൻ നക്ഷത്രങ്ങളെ പോലെ എന്നും എന്നേക്ക് ശോഭിക്കുന്നു പറയുന്നു. നെക്സ്റ്റ് സെഷനിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഇനി നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അതിന്റെ 13-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കുപ്രോസ് ദ്വീപിലേക്ക് പൗലോസ് പോവുകയാണ്. അവിടെ പൗലോസും ബർന്നബാസും ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ അവിടെ ഒരു കള്ളപ്രവാചകൻ അവിടെ താമസിക്കുന്നുണ്ട്. അവിടുത്തെ ദേശാധിപതിക്ക് ആഗ്രഹം പൗലോസിന്റെ പ്രസംഗം കേൾക്കണം. പക്ഷേ കള്ളപ്രവാചകൻ അതിനെ തടയുകയാണ്. ചാപ്റ്റർ 13 വേഗമെടുത്ത് നോക്കിയാട്ടെ നിങ്ങൾ. ഇത് ഞാൻ അപ്ലോഡ് ചെയ്യും. ഏതാണ്ട് 60-ൽ പരം സർമണുകൾ അപ്ലോഡ് ചെയ്യാൻ കിടപ്പുണ്ട്. ഇത് ഞാൻ അപ്ലോഡ് ചെയ്യും. നിങ്ങൾ ആവശ്യത്തിലധികം പ്രാവശ്യം ഇത് കേൾക്കണമെന്ന് ഞാൻ താഴ്മയോട് നിങ്ങളെ ഓർപ്പിക്കുകയാണ്. അവിടെ കാണുന്നത് ഈ 8-ാം വാക്യം മുതൽ വായിച്ചാൽ അറിയാം. 7 പ്ലീസ്. അവൻ ബുദ്ധിമാനായ സെർഗ്യോസ് പൗലോസ് എന്ന ദേശാധിപതിയോട് കൂടിയായിരുന്നു. അവൻ ബർന്നബാസിനെയും ശൗലിനെയും വരുത്തി ദൈവവചനം കേൾക്കുവാൻ ആഗ്രഹിച്ചു. എന്നാൽ എലിമാസ് എന്ന വിദ്വാൻ, ഇതാകുന്നു അവന്റെ പേരിന്റെ അർത്ഥം, അവരോട് എതിർത്ത് നിന്ന് ദേശാധിപതിയുടെ വിശ്വാസം തടുത്തു കളയാൻ അതെ ശ്രമിക്കുകയാണ്. അപ്പോൾ പൗലോസ് എന്ന് പേരുള്ള ശൗൽ പരിശുദ്ധാത്മപൂർണനായി അവനെ ഉറ്റുനോക്കി.
നിന്റെ മിനിസ്ട്രി ശോഭിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു കേൾക്കണം. എവിടെ ഏത് ദുർശക്തിയുടെ ആവാസമുള്ള വ്യക്തികൾ എഴുന്നേറ്റാലും ദൈവത്തിന്റെ പൈതലെ ശ്രദ്ധിച്ചു കേൾക്കണം. ഒടയതമ്പുരാനെയൊന്നും വിളിച്ചുകൊണ്ട് ഓടാനല്ല പറഞ്ഞേക്കുന്നത്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്, ലൂക്കോസിൽ പറയുന്നത്, നിങ്ങൾ ഉയരത്തിലെ ശക്തി ധരിക്കുവോളം. സ്പേസിൽ പോകണമെങ്കിൽ അതിന് ധരിക്കാൻ സ്പേസ് സൂട്ടുണ്ട്. ഈ ഇവാഞ്ചലൈസേഷന് പോകണമെങ്കിൽ ഹോളി സ്പിരിറ്റിന്റെ സൂട്ട് ധരിക്കണം. പിന്നെ നിങ്ങൾ യെരുശലേമിലും യഹൂദ്യയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം, the uttermost part of the world, നിങ്ങൾ കൊണ്ടുപോകും. പുറപ്പെടുവിക്കുന്നത് അഭിഷേകമാ. സുവിശേഷീകരണത്തിന്റെ ശക്തി അഭിഷേകമാ. ആത്മാക്കളെ രൂപാന്തരപ്പെടുത്തുന്ന, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നത് അഭിഷേകമാ. ഏത് കൊടിയ ബന്ധനത്തെയും അഴിച്ചു കളയുന്നത് അഭിഷേകമാ. ഏത് വടം പോലുള്ള കെട്ടും തീയിൽ തൊട്ട ചടനൂൽ പോലെ ദ്രവിക്കുമാറാക്കുന്നത് അഭിഷേകമാണ്. ഏത് മന്ത്രവാദിയുടെ പിടിയിലിരിക്കുന്ന ജീവിതങ്ങളെയും റിലീസ് ചെയ്യുന്നത് അഭിഷേകമാണ്. അതിനെ തടയുന്ന ഏത് ദേശാധിപതിയോടും യുദ്ധം ചെയ്യുന്നത് അഭിഷേകമാണ്. അണ്ടർസ്റ്റാൻഡ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അവിടെ നമ്മൾ വായിക്കുന്നത് എന്താണ്? പ്രൈസ് ഗോഡ്. സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ. ആത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ തിരുവെഴുത്തിൽ കാണുന്നത് എന്താണ്? സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ. ധൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, സർവനീതിയുടെയും ശത്രുവേ. ഈവിൾ ഫോഴ്സിന്റെ പ്രത്യേകത എന്താണ്? കപടം, ധൂർത്ത്. പിശാചിന്റെ മകനായി നിൽക്കുകയാണ്. പിന്നെന്താ എഴുതിയിരിക്കുന്നത്? ദൈവത്തിന്റെ കർത്താവിന്റെ നേർവഴികളെ മറിക്കുന്ന ക്യാരക്ടർ, സർവനീതിയുടെ ശത്രു. ഇങ്ങനെയുള്ള സ്വഭാവം നിങ്ങൾ ആരിലെങ്കിലും കാണുന്നുണ്ടോ? ഓർത്തോണം, അവിടെ ഒരു ഈവിൾ ഫോഴ്സിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. കപടം, ധൂർത്ത്, സർവനീതിയുടെയും ശത്രുത്വം, കർത്താവിന്റെ നേർവഴികളെ മറിച്ചു കളയുന്ന ക്യാരക്ടർ. ചോദിക്കുകയാണ്, നീ മതിയാക്കിയില്ലയോ? ഇപ്പോൾ കർത്താവിന്റെ കൈ നിന്റെ മേൽ വീഴും. 15 വാക്യം വായിച്ചാട്ട് കുഞ്ഞെ. ഇപ്പോൾ കർത്താവിന്റെ കൈ നിന്റെ മേൽ വീഴും. നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായിരിക്കും എന്ന് പറഞ്ഞു. കർത്താവിന്റെ കൈ നിന്റെ മേൽ വീഴും. ഇത് പറഞ്ഞപ്പോഴാ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവനെ വിവേചിച്ചു. ആരുടെ മുമ്പിൽ? ദേശാധിപതിയുടെ നടുവിൽ, അല്ലെ ഗവർണറുടെ മുമ്പിൽ. ഗവർണറുടെ ഫ്രണ്ടാണ് ഇദ്ദേഹം. ഗവർണർക്ക് വചനം കേൾക്കാൻ താല്പര്യമുണ്ട്. മന്ത്രവാദി സമ്മതിക്കുന്നില്ല. ആത്മനിറവിൽ അവനെ വിവേചിച്ചു. അവന്റെ സ്വഭാവം പുറത്തു വന്നു. പരസ്യമായ ആത്മനിറവിൽ പറയാ, തമ്പുരാന്റെ കൈ നിന്റെ മേൽ വീഴും. നീ അല്പനേരത്തേക്ക് കണ്ണ് കാണാതിരിക്കും. വായിച്ചാട്ടെ സോണി. ഉടനെ ഒരു തിമിരവും ഇരുട്ടും അവന്റെ മേൽ വീണു. കൈ പിടിച്ചു നടത്തുന്നവനെ തിരിഞ്ഞുകൊണ്ട് അവൻ തപ്പി നടന്നു. എടാ, ആരോഗ്യത്തോടെ നടന്നവൻ, തന്റെ ഇടത്തോടെ നിന്നവൻ, തന്റെ കഴിവുകൊണ്ടും ശക്തി കൊണ്ടും ദുർവ്യാപാരം കൊണ്ടും സുവിശേഷത്തെയും സുവിശേഷകരെയും തടയാമെന്ന് ആഗ്രഹിച്ചവൻ ആത്മനിറവുള്ളവന്റെ മുമ്പിൽ വന്നപ്പോൾ എന്റെ സഹോദരി സഹോദരന്മാരെ, നീ ആത്മനിറവിൽ നിന്റെ മുറിക്കകത്തൊക്കെ ഒന്ന് നടന്നേ, നിന്റെ മുറ്റത്തൊക്കെ ഒന്ന് നടന്നേ, നിന്റെ സബർബിലൊക്കെ ഒന്ന് നടക്കേ.
നീ അന്യഭാഷ പറഞ്ഞ് നിന്റെ കൗണ്ടിയിലൊക്കെ ഒന്ന് നടക്കുന്നേ. പ്രൈസ് ലോർഡ്. അന്യഭാഷ പറഞ്ഞ് 10 ലിറ്റർ എണ്ണ അടിക്കേ, അടിച്ചങ്ങോട്ട് വട്ടം ചുറ്റി പ്രാർത്ഥീരെ പോട്ടെന്നേ. $100, 100 പൗണ്ട് പോട്ടെ, 100 ദർഹംസ് പോട്ടെ, നിയോഗമുണ്ടോ? ചുറ്റി പ്രാർത്ഥീരെ. യേശുവിന്റെ രക്തം ജയം. നിയോഗം ലഭിച്ച നീ മൂടിക്കെട്ടി കിടക്കരുത്. നീ ചിന്തിക്കരുത് ഓരോ ദിവസം കഴിയുന്നതോറും ആയുസ് കൂടുകയാണെന്ന്. ആയുസ് കുറയുക. ഉയരത്തിലെ അത്യുന്നതൻ വാച്ച് ചെയ്യുക. നിന്നെ ഉണർത്തിയിട്ട് നീ എഴുന്നേക്കുന്നില്ലയോ? പിന്നെ നിന്നെ വിട്ട് ഈ ഭൂമി ഇട്ടിട്ട് എന്നാ കാര്യം? ദൈവം തന്ന തൊഴിലിൽ നീ ദൈവത്തിന് വേണ്ടി ശോഭിക്കുന്നില്ലയോ? ആ തൊഴിൽ തന്നിട്ട് എന്നാ കാര്യം? ദൈവം തന്ന ആരോഗ്യം കൊണ്ട് നീ ദൈവത്തെ ആരാധിക്കുന്നില്ലേ? പിന്നെ നീ രോഗിയാകുന്നില്ല, എന്താ അത്ഭുതം? വചനത്തിൽ വായിക്കുന്നില്ലേ, ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. എന്തിനാ? ആരാധിക്കാൻ. എന്റെ ശരീരം മുഴുവൻ പെയിനാ. ഞാനിത് പറയുമ്പോഴെല്ലാം എന്റെ ബോഡി ഭയങ്കര പെയിനുണ്ട്. ബട്ട് ഐ ആം എൻജോയിങ് ഇൻ ദ വേർഡ് ഓഫ് ഗാഡ്. ഒറ്റ കിഡ്നിയും വെച്ച് ഈ 10 സർജറി കഴിഞ്ഞ ശരീരത്തിൽ നിന്നായി നിങ്ങൾ ഈ മെസ്സേജ് കേൾക്കുന്നത്. ഹല്ലേലൂയ. വചനം എന്താ പറയുന്നത്? ഗവർണർ ഒരു കാഴ്ച കാണുന്നു. തന്റെ മുമ്പിൽ ഇതുവരെ ഉണ്ടായിരുന്ന മഹാനായ മനുഷ്യൻ ശരിയല്ലെന്ന് വെളിപ്പെട്ടു. പൗലോസ് പ്രസംഗിച്ച സുവിശേഷത്തിന്റെ ശക്തി റിയലായിട്ട് തന്റെ സ്വന്തം കണ്ണാലെ കാണുക. ഗോ ആൻഡ് സ്പെൽ എന്ന വാക്കിൽ നിന്നാണ് ഗോസ്പൽ ഉണ്ടാകുന്നത്. ഇപ്പോ ഈ പറയുന്ന സുവിശേഷം കേട്ടുകഴിഞ്ഞപ്പോൾ അവിടെ വിറയ്ക്കാൻ തുടങ്ങി. ഗവർണർ തീരുമാനിച്ചു, ദിസ് ഈസ് ദ ട്രൂത്ത്. ഇതാണ് സത്യം. വിടിവിക്കപ്പെടാനിടയായി. 19-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ സ്കേബ എന്ന് പറയുന്ന ഒരു മന്ത്രവാദി, അദ്ദേഹത്തിന് 7 മക്കളാണ്. അപ്പൻ പള്ളിയിലെ മഹാപുരോഹിതൻ. തന്റെ 7 ആൺമക്കൾ ഒന്നിച്ച് മന്ത്രവാദം പഠിക്കാൻ പോയി. ആ ദേശത്ത് പൗലോസ് കേവലം വാക്കുകൾ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നത് മന്ത്രവാദികളായ ഇവരറിഞ്ഞു. അവരിത് പഠിച്ചു. അവര് പഠിച്ചത് സിമ്പിളാ, മണിക്കൂറുകളൊന്നും മെനക്കെടണ്ട. പിന്നെന്താ? പൗലോസ് പറയുന്ന യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകാൻ പറഞ്ഞ അന്നേരം വിട്ടുപോകുന്നവർക്ക് മനസ്സിലായി. അപ്പൊ അവർക്ക് മനസ്സിലായി യേശുവായിട്ട് അവർക്ക് ഡയറക്റ്റ് ബന്ധമൊന്നുമില്ല. യേശുവിന്റെ നാമം പറയണമെന്നുണ്ട്. പക്ഷെ യേശുവിന്റെ നാമം പറഞ്ഞത് പൗലോസ് പറയുന്ന യേശുവിന്റെ നാമം. നിങ്ങൾക്കറിയാം 19-ാമത്തെ അധ്യായം 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. അശുദ്ധാത്മാ ബാധിച്ച മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യം, ഞങ്ങൾക്കറിയാം, ശൗലിനെയും പരിചയമുണ്ട്. എന്റെ സൗരസൗരന്മാരെ, നിങ്ങൾ പാർക്കുന്ന ദേശത്ത് അഭിഷേകം പ്രാപിച്ച നിന്നെ നല്ല പരിചയമാ സാത്താൻ. നല്ല പരിചയമാ. ഞാൻ ഒരിക്കൽ പറഞ്ഞില്ലയോ, തിരുവനന്തപുരത്ത് ഞാനൊരു സ്ഥലത്ത് ശുശ്രൂഷിക്കുമ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞു, സർപ്പശക്തിയുടെ പേരിൽ വ്യാപരിക്കുന്ന ഒരു ദുരാത്മാവ് ഇതിനകത്തുണ്ട്. ഞാൻ വചനം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആത്മനിറവിൽ വചനം ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് വെളിപ്പെട്ടു. ആത്മാവിൽ ശക്തിയോടെ വിളിച്ചു പറയുന്നു, സർപ്പശക്തിയുടെ പേരിൽ കുടിയിരിക്കുന്ന പിശാചേ, യേശുവിന്റെ നാമത്തിൽ ഈ ശരീരം വിട്ട് പുറത്തു വാ. എന്റെ വൈഫിന്റെ തൊട്ടടുത്തിരുന്ന സഹോദരി പായിൽ നെടുമ്പാട് വീണിട്ട് പാമ്പ് പോലെ സഭോഹോളിന്റെ ബാക്കിൽ നിന്ന് സ്പീഡിൽ എഴഞ്ഞു വന്ന് പ്രസംഗിക്കുന്ന എന്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ ആടുകയാണ്. ഒറ്റവേടെ പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ ഈ ശരീരം വിട്ടു. സാത്താന്റെ സാഹസികതയും അവന്റെ വർത്താനം കേൾക്കേണ്ട കാര്യം നമുക്കെന്താ കാര്യം? ഒരിക്കൽ ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരു പൈതൽ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ പിതാവിന് ഭൂതങ്ങളുടെ മേൽ അധികാരമാണ്. അങ്ങനെ ഒരു വരം കൊടുത്തിട്ട് അപ്പോൾ പാസ്റ്റർമാര് പറഞ്ഞു, ഒറ്റ വാക്ക് പറഞ്ഞ് പിശാചിനെ വിടരുത്. അവൻ എവിടുന്ന് വന്നു, എങ്ങനെ വന്നു? എന്താ സാത്താന്റെ അളിയനൻ, സാത്താന്റെ പെങ്ങൾ കൊണ്ടെന്നാണോ വിചാരം? എന്താ പെണ്ണാലോചിക്കാനാണോ? കല്യാണം ആലോചിക്കാനാണോ? അവര് പറഞ്ഞ എന്താണെന്നറിയോ?
നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ആളുകളെ കാണത്തക്കണം ഈ സാത്താന്റെ കാണിക്കണം, അപ്പൊ ആള് കൂടും. ആളിനെ കൂട്ടുവാനും ആളത്തം കാട്ടുവാനും ആവോളം വിദ്യ ചമയ്ക്കുന്നതല്ല ആത്മീയ ശുശ്രൂഷ. ദുർശക്തിക്ക് പിന്നെ ഇരിക്കാൻ ഇരിപ്പിടം കൊടുക്കരുത്. സ്തോത്രം. ഓ രാത്രി ഭയത്തോടെ ഞാൻ നിങ്ങളോട് ദൈവത്തിന്റെ വചനം പറയും. ഇത് കളിസ്ഥലമല്ല, യുദ്ധഭൂമിയാണ് ആത്മീയ പോരാട്ടം. സ്പിരിച്വൽ വാർഫെയർ ഇത് കുട്ടിക്കളിയല്ല. അതുകൊണ്ടാണ് അനാവശ്യമായി നിയോഗമില്ലാത്ത ഒന്നിനെ ശാസിക്കരുത്, പൽസിക്കരുത്. കണ്ടുപരിചയിച്ചതും കേട്ടുപരിചയിച്ചതും വെച്ച് കളിക്കരുത്. മോശയുടെ ശരീരത്തെ കുറിച്ച് വാദിക്കുമ്പോൾ സാത്താനോട് പറഞ്ഞത് യഹോവ നിന്നെ ഭത്സിക്കട്ടെ എന്നാ പറഞ്ഞത്. സ്വർഗീയ അധികാരം ദുർവിനിയോഗം ചെയ്യരുത്. എന്നിട്ട് സാത്താൻ, ദുരാത്മാവ് ബാധിച്ച മനുഷ്യൻ ഈ സ്കേബായുടെ 7 മക്കളുടെ മേൽ ചാടി വീഴുന്നു. 7 വരെ കീഴടക്കിയെന്നാണ് എഴുതിയിരിക്കുന്നത്. അവര് നഗ്നരായി മുറിവേറ്റവരായി ഓടി, കൊണ്ടുവന്നത് പോലും കിട്ടിയില്ല. മിടുക്കന്മാരായ 7 മന്ത്രവാദികളെ തുണി മുഴുവൻ വലിച്ചു പിശാചി കീറി നഗ്നരായി ഓടിയെന്നാണ് എഴുതിയിരിക്കുന്നത്. യേശുവിനെ അറിയാം, പൗലോസിനെയും പരിചയമുണ്ട്. നിങ്ങൾ ഓരോരുത്തരും പാർക്കുന്ന ദേശത്ത് നിന്റെ മേലുള്ള ദൈവകൃപയാണ് പൈശാചിക മണ്ഡലത്തിന് ഭയം. അതുകൊണ്ട് എന്ത് ചെയ്യും? നിനക്ക് മാനുഷ്യഭയം ഉണ്ടാക്കുക, നിന്നെ ടെൻഷനാക്കുക, അതെ, നിന്നെ ആങ്സൈറ്റിയിലേക്ക് നയിക്കുക, നിന്നെ ഡിപ്രഷനിലേക്ക് നയിക്കുക, നിന്നെ ആകുലതയിട്ട് കറക്കുക. എന്താ കാര്യം? Go and sit in the presence of God. Read the word of God. ദൈവത്തിന്റെ വചനത്തിലേക്ക് നിന്റെ മനസ്സ് തിരി. ദൈവത്തിന്റെ വിത്ത് അകത്ത് കയറി സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ പിശാചിനറിയാം ഇവൻ മൈറ്റി വെപ്പണായി. ആത്മാവിൽ ഉരുവിടുന്ന ഒറ്റ വാക്യം മതി, സാത്താൻ ദേശം വിട്ടുപോകും, നിന്റെ ഭവനം വിട്ടുപോകും, നിന്റെ ജീവിതം വിട്ടുപോകും. എന്നിട്ട് എന്താ റിസൾട്ട് കണ്ടത്? നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വാക്യം പറഞ്ഞ് നമുക്ക് ചിന്ത ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ മന്ത്രവാദികളായ ഈ ആളുകൾ അവിടുത്തെ പട്ടണത്തെ മുഴുവൻ സ്വാധീനിച്ചവരാണ്. അതുകൊണ്ട് ആളുകൾക്കെല്ലാം ഇവരിൽ നിന്ന് ഒരുപാട് ശിഷ്യത്വം കിട്ടി. അവിടെ മന്ത്രവാദത്തിന്റെ പുസ്തകങ്ങൾ ഇഷ്ടം പോലുണ്ട്. എങ്ങനെ ചെയ്യണം നിങ്ങൾക്കറിയാമോ? ഇന്നേക്കൊരു 5 വർഷത്തിന് മുമ്പ് യുക്രൈനിൽ നിന്ന് 3 യുക്രൈൻ വനിതകൾ മന്ത്രവാദം പഠിക്കുവാൻ കേരളത്തിലെത്തി. ചില ആഴ്ചകൾ നിന്ന് മന്ത്രവാദം പഠിച്ചതിന് ശേഷം അവരെ തിരിച്ച് എയർപോർട്ടിൽ കൊണ്ടുവിടുകയാണ് മന്ത്രവാദം പഠിപ്പിച്ച മന്ത്രവാദി. നിങ്ങൾക്കറിയാമോ? മനോരമയിൽ വന്ന വാർത്തയാണ് ഞാൻ പറയുന്നത്. പോകുന്ന വഴിയിൽ 2 ട്രക്കുകളുടെ ഇടയിൽ വാഹനം അകപ്പെട്ട് 4 പേരും സ്പോട്ടിൽ മരിച്ചു. ഇന്ന് രാത്രി ഞാൻ വളരെ ഭയത്തോടെ ഒരു കാര്യം പറയാം. ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കത്തില്ല. നിങ്ങൾ എടുത്തു വായിക്കുക യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44-ാം അധ്യായം 25-ാം വാക്യം. മന്ത്രവാദികൾക്ക് എന്തോ ഭവിക്കും. ഞാൻ ജൽപ്പകന്മാരുടെ ശകുനങ്ങളെ വ്യർത്ഥമാക്കുകയും പ്രശ്നക്കാരെ ഭ്രാന്തന്മാരാക്കി മാറ്റുകയും ചെയ്യും. എടുത്തവർക്ക് വേഗം വായിക്കും. ഞാൻ ജൽപ്പന്മാരുടെ ശകുനങ്ങളെ വ്യർത്ഥമാക്കുകയും. എന്താണ് ജൽപ്പനം? ഒരേ സമയം പറയുക, ഒരേ പേര് ചൊല്ലി മുടിയണം മുടിയണം മുടിയണം. ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് എന്ത് ചെയ്യുക? ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്റെ സഹോദരങ്ങളെ, നിങ്ങൾക്കറിയാമോ തമ്പുരാൻ പറഞ്ഞൊരു കാര്യം? നിങ്ങളൊരു ഭവനത്തിൽ ചെല്ലുമ്പോൾ സമാധാനം എന്നാദ്യം പറയുക. അതിന് യോഗ്യരായ ഒരാൾ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവിടെ ചെല്ലും. പിന്നെ യോഗ്യതയില്ലെങ്കിലോ അത് നിങ്ങളിലേക്ക് മടങ്ങി വന്ന് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അങ്ങനെയല്ലേ വചനം പറയുന്നത്? അപ്പോൾ പ്രാർത്ഥിക്കുന്ന ആനിയുടെ വീട്ടിലോട്ട് ശാപമെല്ലാം കൂടെ തൊടുത്തു വിടുന്ന മന്ത്രവാദികളുടെ വാക്കെല്ലാം വന്ന് അനിയമ്മയുടെ വീട്ടിന്റെ വാറക്ക് നിൽക്കുക, അനിയമ്മ മുട്ടയിലിരിക്കുക. അല്ലേ സലൂണിനകത്ത് കയറിയിരുന്ന് ദൈവത്തിന്റെ വചനവും ധ്യാനിച്ചുകൊണ്ടിരിക്കുക. മറ്റവന് കയറാൻ പറ്റുന്നില്ല, കാരണം സ്പേസ് ഇല്ല. പിന്നെന്ത് ചെയ്യും? വിട്ടെടുത്തോട് തിരിച്ചു പോവും. നീ യേശുവിന്റെ രക്തം പറഞ്ഞുകൊണ്ടൊന്ന് നടന്നു പോയിക്കേ. നിന്റെ സന്തതിക്കകത്ത് കയറാൻ പറ്റുമോ?
നിന്നിൽ കയറാൻ പറ്റുമോ? എന്താണ് ഈ ഓണിയോഗ്രാഫിയിലേക്ക് മനുഷ്യൻ അഡിക്റ്റായി പോകുന്നത്? നിന്റെ പ്രിയതമയെ സ്നേഹിക്കാൻ കഴിയാത്തത്, നിന്റെ ഭർത്താവിനെ സ്നേഹിപ്പാൻ കഴിയാത്തത്, നിന്റെ കുഞ്ഞുങ്ങളെ സ്നേഹിപ്പാൻ കഴിയാത്തത്, എന്താ ചേർത്ത് പിടിക്കാൻ കഴിയാത്തത്? ക്രൂശിന്റെ സ്നേഹം അകത്ത് നിറയുന്നില്ല. വചനത്തിന്റെ ശക്തി നമ്മളിൽ പരിവർത്തിക്കാൻ അനുവദിക്കുന്നില്ല. നമ്മുടെ ഇഷ്ടങ്ങളുടെ മേൽ കത്തിവെക്കുന്നില്ല. എനിക്കറിയാം വളരെ പാടായത് കേൾക്കുന്നവർക്ക്, പക്ഷെ ഇത് കേട്ടേ മതിയാകുള്ളൂ. തിരുവെഴുത്ത് എന്ത് പറയുന്നു? സ്തോത്രം. ജൽപ്പകന്മാരുടെ ശകുനങ്ങളെ വ്യർത്ഥമാക്കുകയും പിന്നെ പ്രശ്നക്കാരെ ഭ്രാന്തന്മാരാക്കി ജ്ഞാനികളെ മടക്കി അവരുടെ ജ്ഞാനത്തെ ഭോഷത്വമാക്കുകയും ചെയ്യുന്നു. ജ്ഞാനികളെ മടക്കി അവരുടെ ജ്ഞാനത്തെ ഭോഷത്വമാക്കുന്നു. പ്രശ്നക്കാരെ എന്ത് ചെയ്യുന്നു? ഭ്രാന്തന്മാരാക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ ഓർപ്പിച്ചതാ, പുനലൂർ ജയഭാരതം മെന്റൽ ഹെൽത്ത് ഹോസ്പിറ്റലിൽ ഞാൻ ചാപ്ലനായിരുന്ന സമയത്ത് ഒരു മന്ത്രവാദി പ്രാർത്ഥനയ്ക്ക് മുന്നോട്ട് വന്നു. അദ്ദേഹം പറഞ്ഞു, ഭൂമിയിൽ മന്ത്രം വെക്കാത്ത, ആഭിചാരം വെക്കാത്ത ഒറ്റ ജാതിയുണ്ട്, പെന്തിക്കോസുകാരാ. ഞാൻ പറഞ്ഞു, മന്ത്രമെല്ലാം ചെയ്ത് ഞാനിപ്പോ പ്രാന്തനായി. ഈ തിരുവഴുത്തിൽ ലിറ്ററലി സംഭവിച്ച കാര്യമാണ്. പ്രശ്നക്കാരെ ഞാൻ ഭ്രാന്തന്മാരാക്കി മാറ്റും. ഇന്ന് രാത്രി നിനക്കെതിരെ ചെയ്തിരിക്കുന്ന ഏത് ദോഷവും കണ്ട് നീ അധൈര്യപ്പെടാതെ ഇന്ന് രാത്രി നീ ആത്മാവിൽ കത്താൻ തയ്യാറായാൽ, പ്രൈസ് ഗോഡ്. 1 കൊരിന്തി ആമേൻ 1 കൊരിന്തിയിൽ നമ്മൾ വായിക്കുന്ന 1-ാം അധ്യായം 20 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അറിയാം, ജ്ഞാനി എവിടെ? താർക്കികൻ എവിടെ? ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കിയല്ലോ. ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കിയല്ലോ. ആമേൻ, പ്രൈസ് ലോർഡ്. 47-ാം അധ്യായം 11-ാം വാക്യത്തിലേക്ക് നിങ്ങൾ വന്നു നോക്കുക. 47-ാം അധ്യായം 11-ാം വാക്യം എന്തെഴുതിയിരിക്കുന്നു? അതുകൊണ്ട് മന്ത്രവാദത്താൽ നീക്കാൻ കഴിയാത്ത അനർത്ഥം നിന്റെ മേൽ, നിനക്ക് പരിഹരിക്കാൻ കഴിയാത്ത ആപത്ത് നിനക്ക് ഭവിക്കും. നീ അറിയാത്ത നിനക്ക് പെട്ടെന്ന് ഭവിക്കും. നോക്കിക്കേ, ഇതെല്ലാം മന്ത്രവാദികളുടെ മേൽ വരുന്ന കൊടിയ വിനകളാണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഞാൻ നിങ്ങളോട് ഒരിക്കൽ പറഞ്ഞതാണ്. സ്തോത്രം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 8-ാമത്തെ അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്. ഒരിക്കൽ എയർഫോഴ്സ് ക്യാമ്പിൽ വചനം തടഞ്ഞ, സത്യത്തെ തടഞ്ഞ, സ്നാനം 1.5 വർഷം വരെ തടഞ്ഞ സാർജന്റായ കുമാർ എന്ന് പറയുന്ന മനുഷ്യൻ ജീവിതത്തിൽ ഉണ്ടായ രൂപാന്തരത്തിന്റെ കാരണം യിരെമ്യാവ് 8-ാം അധ്യായം 17-ാം വാക്യമായിരുന്നു. എന്താണ് എഴുതിയിരിക്കുന്നത്? ഞാൻ സർപ്പങ്ങളെയും മന്ത്രം ഫലിക്കാത്ത അണലികളെയും നിങ്ങളുടെ ഇടയിൽ അയക്കും, അവ നിങ്ങളെ കടിക്കുമെന്ന്. ഈ വാക്യം പ്രസംഗിക്കാനാണ് ദൈവം എന്നോട് എയർഫോഴ്സ് ക്യാമ്പിൽ പോകുമ്പോ പറഞ്ഞത്. അതുകൊണ്ട് മന്ത്രം ഫലിക്കാത്ത അണലികളെ, സർപ്പങ്ങളെ ഞാൻ അയക്കും, അവ നിങ്ങളെ കടിക്കും. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഇത് ഞാൻ പറയത്തില്ല, എന്നെ കൊണ്ട് വയ്യ. മാറി ദൂതെടുക്കാൻ നോക്കിയപ്പോ പറ്റില്ല. പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇത് നീ പറയണം. പട്ടാള ക്യാമ്പിൽ, എയർഫോഴ്സ് ക്യാമ്പിന്റെ പള്ളിക്കകത്ത് എങ്ങനെ ഇത് പ്രസംഗിക്കും? ഞാൻ വളരെ ഭയന്നു, കർത്താവേ, പട്ടാളക്കാരോട് അണലി നിന്നെ കടിക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ എന്നെ കൊണ്ടൊക്കില്ല. ഞാൻ ആ വാക്യം വായിപ്പിച്ചേച്ച് ദൈവം തന്ന മെസ്സേജ് പറഞ്ഞു, എനിക്കറിയാം ഇന്ന് എന്തെങ്കിലും സംഭവിക്കും. ഇന്ന് രാത്രിയിൽ ഞാൻ താഴ്മയോട് പറയാം, ഞാൻ പ്രസംഗിക്കുന്ന വചനം ഇന്നുവരെയും അതുപോലെ നടക്കുന്ന എന്റെ കണ്ണാല് ഞാൻ കാണുന്നു. കാരണം ഗാഡ്സ് വേർഡ് നെവർ ചേഞ്ച്. അന്ന് രാത്രി കുമാറിന്റെ വീട്ടിലാ ഭക്ഷണം. സെറ്റിലിരിക്കുമ്പോൾ മുമ്പിട്ടിലിരുന്ന കട്ടിലിന്റെ കീഴിൽ 2 കാർട്ടൺ ബോക്സ് വെച്ചിട്ടുണ്ട്. അല്പം കഴിഞ്ഞപ്പോൾ കട്ടിലിന്റെ കീഴിൽ എന്തോ അനങ്ങുന്നു. ഞാൻ പറഞ്ഞു, കട്ടിലിന്റെ കീഴിൽ എന്തോ അനങ്ങുന്നു. അദ്ദേഹം പറഞ്ഞു, എലിയായിരിക്കും. ഞാൻ പറഞ്ഞല്ല, ബിൽക്കുൽ നെയ്, ചുവാൻ തോ നെയ്. കാർട്ടൺ ബോക്സ് മാറ്റി നോക്കിയപ്പോൾ ഒരു അണലിയ. അടുത്തുള്ള ഒരു എയർമാനെ വിളിച്ച് ഒരുമിച്ച് അതിനെ അടിച്ചു കൊണ്ട് കളഞ്ഞേച്ച് തിരിച്ചു വരുമ്പോൾ എന്നോട് ചോദിച്ചു, ഷാജി, മാത്യു, നീ ഇന്ന് ആരോടാ പ്രസംഗിച്ചെന്നറിയാമോ? ഞാൻ പറഞ്ഞു, എല്ലാരോടും അല്ല, എന്നോടും എൻ്റെ വീട്ടിൽ ആരോടും. എൻ്റെ അപ്പൻ ഡീക്കനാണ് മെതഡിസ്റ്റ് ചർച്ചിന്റെ, പെന്തിക്കോസിൽ പോകരുത് എന്ന് അപ്പൻ പറഞ്ഞു. അതുകൊണ്ട് നീ സത്യം പ്രസംഗിക്കും, ഞായറാഴ്ച ഞാൻ തിരുത്തി പ്രസംഗിക്കും. 1.5 വർഷം ദൈവം സഹിച്ചു. ഇന്ന് നീ പ്രസംഗിച്ചതുപോലെ എൻ്റെ വീട്ടിൽ അണലി വന്നു. സ്നാനം സത്യമാണ് എന്ന് ഞാൻ ഞായറാഴ്ച പ്രസംഗിക്കും. പിറ്റേയാഴ്ച അദ്ദേഹം പ്രസംഗിച്ചു.
അടുത്ത ആഴ്ച ഞാൻ ചെന്നപ്പോൾ ഒരു കൂട്ടം ആളുകൾ സ്നാനത്തിന് തയ്യാറായി. സംഭവിച്ച കാര്യം അദ്ദേഹം പച്ചയ്ക്ക് പറഞ്ഞു. എക്കാലവും ദൈവിക സത്യത്തിലേക്ക് വരുന്നതിന് തടസ്സമായ ആളുകളെ തടയാൻ പറ്റില്ല. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന സകലരുടെ അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ടു വരുന്നുവെന്ന് റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 18-ാം വാക്യം നിങ്ങൾ എടുത്തവർക്ക് ഒരാൾക്ക് വായിക്കാം. റോമൻ ചാപ്റ്റർ 1:18 എന്തെഴുതിയിരിക്കുന്നു സോണി? അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. സത്യത്തെ അറിഞ്ഞിട്ട് അതിനോട് മറുതലിക്കുകയും അതിനോട് എതിർക്കുകയും അതിനായി മനസ്സുള്ളവരെ തടയുകയും ചെയ്യുന്നെങ്കിൽ ഇതൊരു വലിയ വാണിംഗ് ആണ്. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന സകലരുടെ അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ ക്രോധം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ടു വരുന്നു. എന്റെ സൗരങ്ങളെ, സോദോമിനെ ചുട്ടപ്പോൾ തടയാൻ ആർക്കും കഴിഞ്ഞില്ല. സ്തോത്രം. എന്റെ വാക്കുകളെ നിർത്തുന്നു. എങ്ങനെ പോരാട്ടങ്ങളുടെ നടുവിൽ ദൈവത്തിന് വേണ്ടി നിൽക്കാം? സ്പിരിച്വൽ വാർഫെയറിൽ മന്ത്രവാദികളുടെയും ആഭിചാരകന്മാരുടെയും പൈശാചിക മണ്ഡലത്തിന്റെ നടുവിൽ എങ്ങനെ യുദ്ധം വിജയകരമായി ചെയ്യാം എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. യേശുവിന്റെ രക്തം കൊണ്ടും വചനം കൊണ്ടും നാമം കൊണ്ടുമാണ് യുദ്ധത്തിന്റെ വിജയം. നാം ധരിക്കേണ്ട ആത്മീയ സർവായുധങ്ങൾ ധരിക്കുകയും വിശുദ്ധിയോടെ വിശ്വസ്തയോടെ ദൈവഭക്തിയോടെ ജീവിപ്പാൻ തയ്യാറെടുക്കുകയും ചെയ്താൽ നിങ്ങൾ യുദ്ധത്തിൽ ജയാളികളായി തീരാൻ ദൈവം കൃപ നൽകും. കർത്താവ് വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. Shall we pray? Praise God. Praise God. Hallelujah. Praise God. ജസ്ലി പ്രാർത്ഥിക്കാം. Oh, Jesus. പരിശുദ്ധ കർത്താവേ, നല്ല ദൈവമേ, കർത്താവ് ഇവിടെ ഹല്ലേലൂയ നാട്ടിൽ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ നിന്റെ വചനം കേൾപ്പാൻ സർവായുധങ്ങൾ ധരിപ്പാൻ ഹല്ലേലൂയ പിശാചിനോട് എതിർത്ത് നിൽപ്പാൻ കർത്താവെ നിന്റെ വചനത്തിൽ നിന്ന് പഠിപ്പാൻ കേൾപ്പാൻ ഞങ്ങളെ സഹായിച്ചല്ലപ്പാ. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ തീഷ്ണതയോട് നിൽപ്പാൻ കർത്താവെ ഓരോരുത്തരെയും താഴ്ത്തി ഏൽപ്പിക്കുന്നപ്പാ. ഹല്ലേലൂയ. നിന്റെ വചനം ധ്യാനിച്ച് ഹല്ലേലൂയ അതിൽ ശക്തിപ്പെട്ട് ഹല്ലേലൂയ അനേകർക്ക് ഒരാശ്രയമായി തീരുവാൻ വെളിച്ചമായി തീരുവാൻ കർത്താവെ ഞങ്ങൾ ഓരോരുത്തരെയും താഴ്ത്തിപ്പിക്കുന്നപ്പാ. ഹല്ലേലൂയ. നിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവ് ഞങ്ങൾക്ക് വേണം കർത്താവെ. ഹല്ലേലൂയ. നീ അല്ലാതെ ഞങ്ങൾക്ക് കർത്താവെ ആശ്രയിപ്പാൻ വേറൊരു ദൈവമില്ല കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ ഇത്രത്തോളം നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം. സമാധാനത്തോട് നിന്റെ സന്നിധിയിൽ നിൽപ്പാൻ ഹല്ലേലൂയ വചനത്തിനോടുള്ള താല്പര്യം തന്നതിനായിട്ട് സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നല്ല സാക്ഷികളായിട്ട് ഹല്ലേലൂയ അന്ത്യകാലത്തപ്പ നിന്റെ വചനം വിളമ്പുന്നവരായി ഹല്ലേലൂയ അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ കർത്താവെ നിന്റെ മക്കൾ ഓരോരുത്തരെയും അവിടെ സഹായിച്ചാട്ട് കർത്താവെ ഞങ്ങളെ ചെയ്യുന്ന പാസ്റ്ററായ സ്തോത്രം കർത്താവെ. പഠിക്കാൻ ആരോഗ്യസ്ഥിതിയിലൊക്കെ അവിടുത്തെ കരം കൂടി ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിടിവിച്ചാട്ട് കർത്താവെ ഹല്ലേലൂയ കൂടുതൽ അധിക അനുഗ്രഹങ്ങൾ കർത്താവെ ദൈവസാന്നിധ്യത്തിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശത്രുവിന്റെ ഒരു കെട്ടും ഹല്ലേലൂയ സെമിനാരിയുടെ മേലെ ഉണ്ടാവാൻ ഇടയാക്കല്ലേ കർത്താവെ. ഹല്ലേലൂയ. തക്ക സമയത്ത് ഹല്ലേലൂയ 52 ഡേയ്സ് ഫിനിഷ് ആവുന്നതിന് മുമ്പേ കർത്താവെ ഹല്ലേലൂയ അതിന്റെ ആവശ്യങ്ങളൊക്കെ നിറവേറപ്പെടുവാൻ ദൈവമേ നീ അവിടുന്ന് വലം കൈയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏഴകളെ അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവരാജത്തിന്റെ കെട്ടുപിടിക്കായിട്ട് ഓരോരുത്തരെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവെ. വചനത്തിൽ തികവുള്ളവരായി തീർന്ന് ഹല്ലേലൂയ ദൈവരാജന് വേണ്ടി പ്രവർത്തിപ്പാൻ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ അവിടുന്ന് സഹായിച്ചാട്ട്. ദാവേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ആമേൻ. എല്ലാ വേദ വിദ്യാർത്ഥികളും ഒരുമിച്ച് ആശീർവാദം നൽകാം. ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയുടെ വചനത്തിന് മേൽ എല്ലാ മക്കളുടെ മേൽ കൊണ്ടായിരിക്കും. ആമേൻ. ആമേൻ. കർത്താവ്